നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഹൃദയമിടിപ്പിലെ തകരാറുകളും ചികിത്സാ മാർഗങ്ങളുമാണ്. അപ്പോൾ ഇതിനായി നമ്മോടൊപ്പം ഉള്ളത് കൊല്ലം ബിഷപ്പ് ബെൻസിക ഹോസ്പിറ്റലിലെയും NS ഹോസ്പിറ്റലിലെയും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സുജയ് രംഗയാണ്. അപ്പോൾ ഡോക്ടറിനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് ഈ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത്? നമുക്കെല്ലാം അറിയാം, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് എല്ലാ സമയം പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് ഹൃദയം. ഹൃദയത്തിന്റെ പ്രവർത്തനം ഇല്ലാതെ ശരീരത്തിന് ജീവനില്ല. അപ്പം ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന സമയത്ത്, അതായത് ഒരു ഏതാണ്ട് 4 ആഴ്ച പ്രായമാകുമ്പോൾ മുതൽ ഈ ഹൃദയം ഇടിച്ചു തുടങ്ങുന്നതാണ്. അത് ആ വ്യക്തി മരിക്കുന്നത് വരെയും ഹൃദയം 1 മിനിറ്റ് പോലും നിർത്താതെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതാണ്ട് 1 മിനിറ്റിൽ 60 മുതൽ 100 തവണ വരെയാണ് ഹൃദയമിടിപ്പ് ഉണ്ടാവുന്നത്. സാധാരണ ആൾക്കാർക്ക് ഏതാണ്ട് 70 മുതൽ 80 തവണ വരെയും ഹൃദയമിടിപ്പ് ഉണ്ടാവുന്നത്. പലർക്കും അത് അവരുടെ പ്രായത്തിന്റെ അനുസരിച്ചിട്ട് വേരി ചെയ്യാം. പക്ഷെ ഒരു ആവറേജ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഒരു 70 മുതൽ 80 വരെയാണ് 1 മിനിറ്റിൽ. അത് ഒരു പ്രത്യേക താളത്തിലാണ് ഹൃദയം എപ്പോഴും ഇടിക്കുന്നത്. ഒരു റെഗുലർ ആയിട്ട് ഒരു ഇന്റർവെല്ലാണ് ഈ ഓരോ ബീറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ താളത്തിന് തകരാറുണ്ടാകുമ്പോഴത്തേക്കാണ് ഹൃദയമിടിപ്പിന്റെ അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഹൃദയമിടിപ്പിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഹൃദയമിടിപ്പിലെ തകരാറ് മൂലം എന്തൊക്കെ അപാകതകളാണ് നമുക്ക് സംഭവിക്കുന്നത്? അതെ, അപ്പൊ നമുക്ക് ഹൃദയമിടിപ്പിന്റെ അസുഖങ്ങൾ 3 ആയിട്ടുണ്ടാകാം. ഒന്ന്, ഹൃദയമിടിപ്പ് വളരെ കൂടിപ്പോകാം, അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് ആവശ്യക്കാരിൽ തീരെ കുറഞ്ഞു പോകാം, അതല്ലെങ്കിൽ ഈ താളം തെറ്റിയ ഹൃദയമിടിപ്പ് ഉണ്ടാകാം. ഇത് 3 അസുഖ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. ഡോക്ടർ, നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഒരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ വിളിക്കുന്നത്? എന്റെ മകൻ ഇപ്പൊ ഒരു 20 വയസ്സായിട്ടുണ്ട്. ഓക്കെ. മോനെ, ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കുന്ന ഈ പൾസ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അത് മീറ്റർ വെച്ച് നോക്കുമ്പം അതിനകത്ത് 51 100 കാണിക്കുന്നുള്ളൂ. പക്ഷെ ബാക്കി എല്ലാവരുടെ കയ്യിലും നോക്കുമ്പം അതെല്ലാം 130 90 ഒക്കെ കാണിക്കുന്നുണ്ട്. ബിപിയുടെ മെഷീന്റെ കാര്യമാണോ പറയുന്നത്, അതോ പൾസ് നോക്കുന്ന മെഷീൻ? അതെ, ബിപി വീട്ടിലിരിക്കുന്ന ബിപി മെഷീൻ ചെക്ക് ചെയ്യുമ്പം. ഓക്കെ. അതെ, ബ്ലഡ് പ്രഷർ 150 മോന് കാണിക്കുന്നത്. അതെ, 350 ഒക്കെ ഉള്ളു. 150 അത് കുഴപ്പമില്ല. അത് ചിലരുടെ ബ്ലഡ് പ്രഷർ അങ്ങനെ വേരി ചെയ്യാം. ചിലപ്പം നോർമലിന്റെ ലോവർ സൈഡിലായിരിക്കും, പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ ആൾക്കാരിൽ. അത് നമ്മൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല. അത് പുള്ളിക്ക് അമിതമായിട്ടുള്ള ക്ഷീണം വരുമോ, അത് ഇടയ്ക്ക് ബോധക്കേട് പോലെ വരുമോ, അങ്ങനെയൊന്നും ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ആ ബ്ലഡ് പ്രഷർ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ശരി. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു കാരണം മൂലമാണ് ഹൃദയമിടിപ്പുണ്ടാകുന്നത്. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഇതിന് പ്രായം ഒരു മുൻഗണനയാണ്. അതെ, അത് നമ്മുടെ ചില ഫിസിയോളജിക്കൽ, അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളുടെ മാറ്റം വെച്ചിട്ട് ഹൃദയമിടിപ്പിന് വ്യത്യാസം വരാം. ഉദാഹരണത്തിന് ന്യൂ ബോൺസ്, അതായത് ജനിച്ച ഉടനെ കുട്ടികൾക്ക് ഹൃദയമിടിപ്പ് വളരെ കൂടുതലായിരിക്കാം. ഒരുപാട് പ്രായമാകുമ്പോൾ ചില ഹൃദയമിടിപ്പിന്റെ അസുഖം കാരണം ഇടിപ്പ് ചിലപ്പം കുറഞ്ഞു വരാം. പ്രഗ്നൻസി സമയത്ത് പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഫിസിയോളജിക്കലി ഇങ്ങനെ ഈ കാരണം കൊണ്ട് ഹൃദയമിടിപ്പ് വ്യത്യാസം വരാം. പിന്നെ നല്ലോണം ശാരീരക്ഷമതയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് അത്ലറ്റ്സിൽ എപ്പോഴും ഹൃദയമിടിപ്പ് കുറവായിരിക്കും. ഉദാഹരണത്തിന് ഉസൈൻ ബോൾട്ടിനൊക്കെ നോർമൽ ഹൃദയമിടിപ്പ് 40 ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ നമ്മൾ പലപ്പോഴും നല്ലോണം ജോലി ചെയ്യുന്ന ആൾക്കാരിൽ, അതായത് മാൻ ലേബറേഴ്സ് ആൾക്കാർ, ഒരുപാട് വെട്ടും കളയ്ക്കോ അല്ലെങ്കിൽ ഈ മരം കയറുന്ന ആൾക്കാരിലൊക്കെ ഹൃദയമിടിപ്പ് എപ്പോഴും കുറവായിരിക്കും. പ്രത്യേകിച്ച് ഈ ആറ്റിൽ മണലെടുക്കാൻ വേണ്ടി മുങ്ങുന്ന ആൾക്കാർ, അവർക്ക് ഹൃദയമിടിപ്പ് കുറവായിരിക്കും. പലരും ഇതുപോലെ ഹോസ്പിറ്റൽ വരാറുണ്ട്, എന്റെ ഇടിപ്പ് സ്പീഡ് കുറവാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ജോലി അനുസരിച്ചിട്ടും നമ്മുടെ പ്രായം അനുസരിച്ചിട്ടും നമ്മുടെ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ടും ഹൃദയമിടിപ്പിൽ വേരിയേഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ ഇപ്പോ ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പോ പ്രായം അതൊരു ഘടന. അതുപോലെ തന്നെ നമ്മളിപ്പോ സ്പോർട്സിൽ ഏർപ്പെടുന്നവർക്ക്, കൂടുതലും അങ്ങനെയുള്ള മത്സര ഇനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഹൃദയമിടിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം മാറി നിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ടോ? ഹൃദയമിടിപ്പിന്റെ പ്രയാസം കാരണമല്ല. ചില നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, ഈ സ്പോർട്സിനിടയിൽ പെട്ടെന്ന് ആൾക്കാർ കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നു. അങ്ങനത്തെ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്നത് ഈ ഹൃദയമിടിപ്പ് വളരെ അമിതമായിട്ട് ഹൃദയമിടിപ്പ് കൂടുന്ന ഒരവസ്ഥയുണ്ടാവും. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ ടാക്കിക്കാർഡി, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടാവും. ആ സമയത്ത് ഹൃദയത്തിന്റെ ഇടിപ്പ് ഒത്തിരി കൂടുന്നത്, അത് 300 മുകളിലേക്ക് പോകും. 1 മിനിറ്റിൽ 300 മുകളിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകാം. അപ്പൊ ഹൃദയത്തിന് ശരിയായിട്ട് രക്തം പമ്പ് ചെയ്യാൻ ക്ഷമത കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ഇതുപോലെ ഫീൽഡ് വെച്ചിട്ട് ഇതുപോലെ കൊളാപ്സ് വീണു. അങ്ങനെയുള്ള അവസരത്തിൽ പെട്ടെന്ന് പുള്ളിക്ക് ഹാർട്ടിൽ ഷോക്ക് കൊടുത്ത് ഹൃദയമിടിപ്പ് ശരിയാക്കിയതുകൊണ്ട് മാത്രമാണ് ആ സമയത്ത് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ സ്പോർട്സ് ആൾക്കാരിൽ
സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നുള്ള മരണം ഉണ്ടാവുന്നത് ഈ പലപ്പോഴും ഈ അമിതമായിട്ടുള്ള വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള രീതിയിലുള്ള ഈ അബ്നോർമൽ ഹൃദയമിടിപ്പ് വരുന്നത് കൊണ്ടാണ്. ഇത് മുൻകൂട്ടി പലർക്കും അറിയാൻ പറ്റണമെന്നില്ല. പുറം രാജ്യങ്ങളിലൊക്കെ സ്പോർട്സിൽ പോകുന്നതിന് മുമ്പ് ആൾക്കാർക്ക് ഒരു ഹെൽത്ത് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് ECGക്ക് തകരാറുണ്ടെന്നോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ എക്കോ പരിശോധന ചെയ്ത് ഹാർട്ടിന്റെ മസിലുകളുടെ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ ഈ സ്പോർട്സിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും ചിലപ്പോൾ പിന്നെ സ്പോർട്സ് ചെയ്യാൻ പറ്റുന്നിരിക്കത്തില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ ആ ഒരു ഫുട്ബോൾ പ്ലെയറിന് ഈ ഇടിപ്പ് രണ്ടാമത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മെഷീൻ വെച്ചു. 6 മാസം കഴിഞ്ഞിട്ട് പുള്ളിക്ക് പിന്നെ ഇടിപ്പ് ഉണ്ടാകാത്ത മെഷീൻ മാറ്റിയിട്ട് പിന്നെ വീണ്ടും തിരിച്ച് പുള്ളി സ്പോർട്സിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പോഴത്തെ മോഡേൺ മെഡിസിന്റെ അത്രയും അഡ്വാൻസ്മെന്റ് ഉള്ളതുകൊണ്ട് പലപ്പോഴും ഇതിന്റെ കാരണം കണ്ടുപിടിച്ച് അത് പ്രോപ്പറായിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഇടിപ്പുകൾ പിന്നെ ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. അതെ. അതുപോലെ തന്നെയാണ് ചില വ്യക്തികളിൽ ശ്വാസം മുട്ടോടുകൂടി ഹൃദയമിടിപ്പ് ഉണ്ടാകുന്നത്. അതിലെന്തെങ്കിലും അപാകതകളുണ്ടോ? അത് നമുക്ക് ഈ ഹൃദയമിടിപ്പിന്റെ തകരാറുകൾ മുഖ്യമായിട്ടും പ്രസന്റ് ചെയ്യുന്നത്, അതായത് ഈ രോഗലക്ഷണം ഉണ്ടാകുന്നത് ഒന്ന് നെഞ്ചിടിപ്പാണ്. അതായത് ഹൃദയമിടിപ്പ് കൂടിയാലും കുറഞ്ഞാലും താളം തെറ്റി വന്നാലും നമുക്ക് നെഞ്ചിടിപ്പ് തോന്നും. ഇപ്പൊ സാധാരണ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളിപ്പോ ഒന്ന് ഓടുവാണെങ്കിലോ സ്റ്റെപ്സ് കയറുവാണെങ്കിലോ നമുക്ക് ഹൃദയം ഇടിപ്പ് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഓടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയാസപ്പെട്ട് ചെയ്യുമ്പോൾ ഉള്ള ഹൃദയമിടിപ്പ് തോന്നുന്ന പോലെ വെറുതെ ഇരിക്കുമ്പം പലർക്കും തോന്നും ഈ ഹൃദയമിടിപ്പിന്റെ തകരാറുണ്ടാകുമ്പോഴത്തേക്ക്. അതാണ് ഇതിന്റെ ഒരു മുഖ്യമായിട്ടുള്ള ലക്ഷണം. രണ്ടാമത്, ചില ആൾക്കാരിൽ ഹൃദയമിടിപ്പ് അമിതമായി കൂടുമ്പോഴോ അല്ലെ വളരെ കുറയുമ്പോഴോ പെട്ടെന്ന് ബോധക്കേടുണ്ടാകും. അപ്പൊ നിൽപ്പിന് പെട്ടെന്ന് ബോധം കെട്ട് വീഴാം. അങ്ങനെ ഉണ്ടാകും. കാര്യത്തിലേക്ക് കിടക്കാൻ ഡോക്ടർ, ഇപ്പൊ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. എനിക്ക് 72 വയസ്സുണ്ട്. ഓക്കെ. പക്ഷെ ഈ ഒരു 2-3 വർഷമായിട്ട് ലോസാർ 25 ഈ 2 ഗുളിക കഴിക്കുന്നു. ഓക്കെ. ബ്ലഡ് പ്രഷറിന് വേണ്ടി. പക്ഷെ അത് നിർത്താൻ ഡോക്ടർ സമ്മതിക്കുന്നില്ല. 120 ഒക്കെ ചിലപ്പോ 85, 90, 130 ഒക്കെ ഉള്ളൂ. ഓക്കെ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാലേ നമ്മളെ മറ്റ് സൈഡ് ഇഫക്ട് വല്ലതും ഉണ്ടോ? ഇല്ല. അതായത് നമ്മള് ബ്ലഡ് പ്രഷറിന്റെ മെജോറിറ്റി ആൾക്കാർക്ക് ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെഡിസിൻ ചിലപ്പോൾ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. അതിന്റെ ഡോസ് ചിലപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വേണ്ടി വന്നേക്കാം. പക്ഷെ ആ ഗുളിക ബ്ലഡ് പ്രഷർ കൺട്രോൾ ആണെങ്കിൽ ഗുളിക നിർത്താതിരിക്കുന്നതാണ് നല്ലത്. തുടർച്ചയായിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും സേഫ്. ആ ഗുളിക കാരണം ഒരിക്കലും മറ്റ് അസുഖം ഉണ്ടാകത്തില്ല. പക്ഷെ പ്രഷർ വളരെ കൂടി നിൽക്കുവാണ് കൺട്രോൾ അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ പല ഓർഗൻസിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലഡ് പ്രഷർ മെഡിസിൻസ് ഡോക്ടർ പറയുന്ന അത്രയും സമയം കഴിക്കണം. ഡോക്ടർ എവിടെയാണ്? NS? അതെ, NS ബെൻസിഗർ ഹോസ്പിറ്റലിൽ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞതുപോലെ ചില മരുന്നുകൾക്ക് അങ്ങനെ ആഫ്റ്റർ എഫക്ഷൻ ഉണ്ടാവുമോ? അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൃദയമിടിപ്പിന് പല കാരണങ്ങളുണ്ട്. ഹൃദയമിടിപ്പിന്റെ അസുഖം വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ ഫിസിയോളജിക്കൽ കാരണങ്ങൾ, അതായത് പ്രഗ്നൻസിയിൽ കൂടാം, പനി വരുമ്പോഴത്തേക്ക് ഹൃദയമിടിപ്പ് കൂടാം. പിന്നെ ഹൃദയ സംബന്ധമായ അല്ലാത്ത ചില അസുഖം കാരണം ഹൃദയമിടിപ്പിന് വ്യത്യാസം വരാം. ഒന്നാണ് അനീമിയ ഉള്ള ആൾക്ക്. കാരണം സ്ഥിരം എല്ലാവർക്കും ഈ കയറ്റം കയറുമ്പോൾ നടക്കുമ്പോൾ നെഞ്ചിടിപ്പുണ്ട്. ഈ പ്രായമായ സ്ത്രീകൾക്ക് ഇതിൽ ഏറ്റവും കോമൺ കാരണം അനീമിയാണ്. അതെ, അനീമിയാണ്. അതായത് നേരത്തെ ചോദിച്ച പോലെ ശ്വാസം മുട്ടും ഇടിപ്പും ഒരുമിച്ച് വരുന്നത് ഏറ്റവും കോമൺ കാരണങ്ങൾ ഒന്ന് അനീമിയാണ്. ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ ഇതുപോലെ നമുക്ക് നടക്കുമ്പോഴോ കയറ്റം കയറുമ്പോഴോ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടും ഹൃദയമിടിപ്പും രണ്ടും തോന്നാം. പിന്നെ ഈ ചില ഹോർമോണൽ അസുഖങ്ങളുണ്ട്. അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അസുഖം കാണും. അത് തൈറോയ്ഡ് ഹോർമോൺ കൂടുതലായാലും നെഞ്ചിടിപ്പ് കൂടുതൽ വരാം. തൈറോയ്ഡ് ഹോർമോൺ കുറവാണെങ്കിൽ നെഞ്ചിടിപ്പ് തീരെ കുറഞ്ഞു വരാം. അപ്പൊ അങ്ങനത്തെ അസുഖങ്ങളിലും ഈ ഹൃദയമിടിപ്പിന്റെ വേരിയേഷൻ ഉണ്ടാകാം. പക്ഷെ കൂടുതൽ കോമൺ ആയിട്ടുള്ള നമ്മൾ ഈ ഹാർട്ടുമായിട്ട് സംബന്ധപ്പെട്ട അസുഖങ്ങളാണ്. നേരത്തെ ചോദിച്ചാൽ മരുന്നുകൾ, ചില മെഡിസിൻസ് ഹൃദയമിടിപ്പ് കൂട്ടും, ചില മെഡിസിൻ ഹൃദയമിടിപ്പ് കുറയ്ക്കും. ഉദാഹരണത്തിന് ഈ കോഫ് സിറപ്പ് കഴിക്കുന്ന പലരും പറയും സിറപ്പ് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര ഇടിപ്പ് തോന്നുന്നു. അതുപോലെ ഈ ശ്വാസം മുട്ടലിന് വേണ്ടി നെബുലൈസേഷൻ എടുക്കുന്ന ആൾക്കാർ പറയും, അല്ലെങ്കിൽ ഇൻഹേൽ എടുക്കുന്നവർ പറയും. അപ്പൊ ഇതിനകത്ത് ശ്വാസകോശം വികസിക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിന്റെ ഒരു ഇഫക്റ്റ് ഹൃദയമിടിപ്പ് കൂട്ടുക എന്നുള്ളതാണ്. അത് കൂടെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഇൻഹേൽ എടുക്കുന്ന ആൾക്കാർക്കും നെബുലൈസേഷൻ എടുക്കുന്ന ആൾക്കാർക്കും അല്ലെ കോഫ് സിറപ്പ് കഴിക്കുന്നതിന് കുറച്ച് സമയത്തേക്ക് നെഞ്ചിടിപ്പ് കൂടി നിൽക്കാം ആ മെഡിസിൻ കഴിച്ചുകൊണ്ട്. ചില ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസ് ഉണ്ട്. ഇപ്പൊ ബീറ്റ ബ്ലോക്കർ മെഡിസിൻസ് എന്ന് പറയും, അറ്റനലോൾ അല്ലെ മെറ്റപ്രലോൾ. ഈ മെഡിസിൻസിന്റെ ഒരു എഫക്ട് ഹൃദയമിടിപ്പിന്റെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ മരുന്നുകളാണ് ഹൃദയമിടിപ്പിന്റെ വ്യത്യാസം ഉണ്ടാകുന്നത്. പിന്നെ മദ്യപിക്കുന്നവർക്ക് ആ സമയത്ത് ഹൃദയമിടിപ്പ് വളരെ കൂടുതലുണ്ടാകും. നമുക്ക് എന്തായാലും അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട് ഡോക്ടർ. ഹലോ നമസ്കാരം. നമസ്കാരം. എനിക്ക് ഡോക്ടറോട് കാര്യം നമസ്കാരം, ചോദിച്ചോളൂ.
സാറേ പിന്നെ നമ്മളിപ്പോ സാധാരണ നോർമലി ഹൃദയമിടിപ്പുള്ള ഒരാളിന് ആ ഹൃദയമിടിപ്പ് സ്പീഡ് കൂടുമ്പോ ഇപ്പൊ നമ്മളൊരു 70 ഇടിക്കുന്നിടത്തിൽ 100 ഇടിക്കണേ എന്തായിരിക്കും കാരണം? അല്ല, അതാണ് അത് നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങളുണ്ടാവും. അതായത് ഇപ്പൊ സപ്പോസ് വേറെ ഒരു മരുന്നുകളൊന്നുമില്ല, പനിയില്ല, എക്സേഷൻ ഒന്നുമില്ല, ടെൻഷനൊന്നുമില്ല, സ്ട്രെസ് ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹൃദയമിടിപ്പ് 70-100 ആവുകയാണെങ്കിൽ അത് എന്തെങ്കിലും അസുഖമുള്ള കാരണം കൊണ്ടായിരിക്കാം. അതല്ല നമ്മൾ നടക്കുകയോ കയറ്റം കയറുകയോ അല്ലെങ്കിൽ സ്പീഡ് ഓടുകയോ ഒക്കെ ചെയ്തതിന് ശേഷം വന്നിരിക്കുമ്പോഴത്തേക്ക് ഹൃദയമിടിപ്പ് നോർമലിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ ചിലപ്പോൾ 100-70 സമയമെടുക്കും. ഇതൊന്നുമില്ലാതെ വെറുതെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഹൃദയമിടിപ്പ് പെട്ടെന്ന് 70-100 മാറത്തില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിന് കാരണം എന്താണെന്നുള്ളത് പരിശോധന ചെയ്ത് നോക്കേണ്ടി വരും. പിന്നെ ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നുമില്ല. എനിക്ക് സാധാരണ നോർമലി ഹൃദയമിടിപ്പ് 70-നകത്തൊക്കെ ഓക്കെ 72 വരെ ഇരിക്കും. ശരി. ഞാൻ ഇതിനിടയ്ക്ക് ഒരു 5 ദിവസം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഓക്കെ. അപ്പൊ അഡ്മിറ്റ് ഒരു ചെറിയ മൃതനത്തിന്റെ പോയി അഡ്മിറ്റ് ആയി അവിടെ കിടന്ന് എനിക്ക് 4 ദിവസം 5-ന്റെ എനിക്ക് തിങ്കളാഴ്ച ആയിരുന്നു ഡിസ്ചാർജ് 5 ദിവസം. ഓക്കെ. അപ്പം 4-ന്റെ ഞായറാഴ്ച എനിക്ക് രാവിലെ സിസ്റ്റർ 2 ഗുളിക എനിക്ക് കൊടുത്താണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ ഈ 2 ഗുളിക ഞാൻ കഴിച്ച്. അപ്പൊ അതേണക്കത്തെ 2 ഗുളിക രാത്രിയിലേക്കും തന്നിട്ടാ പോയത്. ഓക്കെ. അപ്പൊ ഈ 2 ഗുളിക ഞാൻ കഴിച്ചിട്ട് ഞാൻ അവിടെ കിടക്കുക രാവിലെ കാപ്പി കഴിച്ചിട്ട് അവിടെ കിടന്ന് അന്നേരം ഗുളിക കൊണ്ട് തന്നെ കഴിക്കുന്നത്. ഈ ഗുളിക കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൃദയത്തിന്റെ ഇടിപ്പം തുടങ്ങി. ഭയങ്കര ഇതിലായിട്ടിരിക്കും. കവന്ന് കിടന്നിട്ടൊന്നും എനിക്ക് കിടക്കാൻ വയ്യ. ഭയങ്കരമായിട്ട് ഇരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും സംഭവം അതുവരെ എനിക്ക് കുഴപ്പമില്ല. 4 ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഞാൻ എന്തായാലും അവിടെ നിന്ന് എണീച്ച് എനിക്ക് കിടന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ എനിക്ക് അന്ന് നടന്നു നോക്കുന്നു. അത്രയും ഇടിച്ചോണ്ടിരിക്കുക. എനിക്ക് സാധാരണ നോർമലി 70-72 ഒക്കെ ഇരിക്കും. 100 മുകളിൽ പോയില്ല. അത്ര പവറിൽ ഇടിച്ചോണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സംശയം. അല്ല, അത് ചിലപ്പോ ചില ഈ ശ്വാസം മുട്ടലിനോ ചുമക്കൊക്കെ തരുന്ന ചില മെഡിസിൻസ് ഉണ്ട്. അസ്താലിന് അല്ലെങ്കിൽ ടെറിഫിലിന് അങ്ങനത്തെ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഹൃദയമിടിപ്പ് കുറച്ച് കൂടാം. ചില BP മെഡിസിൻസ് ഉണ്ട്, അമ്ലോഡിപ്പിന്. അത് കഴിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് നെഞ്ചിടിപ്പ് കൂടി നിൽക്കാം. പക്ഷെ ആ മെഡിസിന്റെ എഫക്ട് മാറുമ്പോഴത്തേ അതങ്ങ് നോർമലാവും. ഇപ്പം അങ്ങനെ ഇടിപ്പിന്റെ പ്രയാസമൊന്നും ഇല്ലെങ്കിൽ പ്രോബ്ലി ചിലപ്പോൾ ആ മെഡിസിന്റെ എഫക്ട് ആയിരുന്നു കാണുമായിരിക്കും. ഇനിയിപ്പോ അതിന് കൂടുതൽ ചെക്കപ്പിന്റെ ആവശ്യം വേണ്ടി വരത്തില്ല. അല്ല സാറേ, പിന്നെ അപ്പൊ ഈ ഗുളിയുടെ കാര്യം ഞാൻ അവരടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഈ ഗുളിയെ അവര് തിരിച്ചു ചോദിച്ചു. ബാക്കി രാത്രിത്തെ ഗുള ഞാൻ അത് കുഴപ്പമില്ല. അല്ല, ഇനിയിപ്പോ കുഴപ്പമില്ല. ഇനിയിപ്പോ ആ മെഡിസിൻ കഴിക്കുമ്പോൾ ഇടിപ്പുണ്ടെങ്കിൽ തൽക്കാലം ആ മെഡിസിൻ കഴിക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എനിക്ക് ഇതിനകത്തൊരു ബുദ്ധിമുട്ടെന്ന് ഇപ്പൊ മറ്റേ ഞാൻ എന്തെങ്കിലും ചെയ്തതിന് പെട്ടെന്ന് ഈ കിതയ്ക്കത്തില്ല, ശ്വാസമുട്ടങ്ങനെ വരത്തില്ല. ഇപ്പം എന്തെങ്കിലും ചെയ്ത് നമ്മളിപ്പോ മമ്മൂട്ടിക്കടുത്ത് 2 വെട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ കിടപ്പ്. അല്ല, അത് നമ്മൾ സപ്പോസ് എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഒക്കെ ആയിട്ടുണ്ട്, ഈവൻ ചെറിയ പനിയാണെങ്കിൽ പോലും ആ പൂർണ്ണമായിട്ട് ശരീരം അതിൽ നിന്ന് മുക്തി നേടാതെ നമ്മൾ കൂടുതൽ കട്ടിയുള്ള ജോലി ചെയ്യരുത്. ഈ സാധാ വൈറൽ പനി ആണെങ്കിൽ പോലും ഒരാഴ്ച നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് മാത്രമേ നമ്മൾ കട്ടിയുള്ള ജോലിയിലേക്ക് തിരിച്ചു കയറാവൂ. കാരണം ശരീരത്തിന് കുറച്ച് ക്ഷീണം ഉണ്ടാവും, റെസ്റ്റ് എടുക്കണം. എന്നിട്ട് പതിയെ തിരിച്ച് ജോലിയിലേക്ക് തിരിച്ചു പോകാവും. പെട്ടെന്ന് നമ്മൾ നല്ലോണം കട്ടിയ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ കൂടെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഫുൾ സ്വിംഗിൽ ജോലി ചെയ്ത് തുടങ്ങരുത്. അപ്പൊ അതുകൊണ്ട് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം. ശരി, ഓക്കെ. അപ്പൊ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളിങ്ങനെ ഒരുപാട് കാര്യം ലക്ഷണങ്ങളെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരാൾ ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞ കണക്ക് നമ്മൾ ഒരു പെട്ടെന്നൊരു ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതിന്റെ വേരിയേഷൻ വരാനുള്ള കാരണം അതല്ല, അത് നേരത്തെ അദ്ദേഹം പറഞ്ഞത് എന്തോ മെഡിസിൻ കഴിച്ച സമയത്ത് ഇത് പറയണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ചില മെഡിസിൻസ് കഴിക്കുമ്പോഴത്തേക്ക് നോർമലി ഹൃദയമിടിപ്പിന് വേരിയേഷൻ വരാം. അത് ആ മരുന്നിന്റെ ഇഫക്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് മിക്കപ്പോഴും ആ ഇടിപ്പങ്ങ് ശരിയാകാം. പിന്നെ ഈ ഹൃദയമിടിപ്പ് കുറയുന്ന അവസ്ഥയും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം. പ്രായമുള്ള ആൾക്കാർക്ക് ഈ ഹൃദയമിടിപ്പ് ഉണ്ടാകുന്ന സ്ഥലത്ത് നോർമലി പ്രായത്തിൻ്റെതായിട്ടുള്ള ചില അസുഖങ്ങളുണ്ടാകാം. അപ്പൊ നെഞ്ചിടിപ്പ് ചിലപ്പോൾ കുറഞ്ഞു വരാം. അങ്ങനെയുള്ള ആൾക്കാരിൽ ചില ഇടിപ്പ് കുറയാൻ സാധ്യതയുള്ള ബ്ലഡ് പ്രഷർ മെഡിസിൻസ് കഴിക്കുമ്പോൾ ഇടിപ്പ് തീരെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇടിപ്പിന്റെ വേരിയേഷൻ വരുന്ന ആൾക്കാരിൽ ആദ്യം നോക്കുന്നത് എന്തെങ്കിലും മരുന്നുകൾ ഇതുപോലെ കഴിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ അവർക്ക് ഇടിപ്പിൽ വേരിയേഷൻ വരാനുള്ള മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖമുണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് പിന്നെ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് നമ്മള് ഈ ഹൃദയമിടിപ്പിന്റെ അസുഖത്തിനെ പറ്റി പോകുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ഹൃദയമിടിപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നെന്നുള്ള. അപ്പൊ നമ്മുടെ ഇപ്പൊ വീട്ടിലെ ഇലക്ട്രിക് കറണ്ട്, നമ്മുടെ വീട്ടിലെ എല്ലാ ലൈറ്റും ഫാനൊക്കെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി പോലെയാണ് ഹൃദയത്തിന്റെ ഇടിപ്പുണ്ടാകുന്നത് ഇലക്ട്രിസിറ്റി വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീട്ടിലെ ജനറേറ്റർ പോലെ ഹൃദയത്തിലൊരു ജനറേറ്റർ ഉണ്ട്. അതിന് SA നോഡ് എന്നാണ് പറയുന്നത്. ഹൃദയത്തിലെ വലത് സൈഡിലെ മുകളിലെ തറയിലുള്ള ഒരു സ്ഥലത്താണ് SA നോഡ് എന്നുള്ളൊരു ഈ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്ന ജനറേറ്റർ ഇരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഈ ഇലക്ട്രിക്കൽ പൾസ് ഹൃദയത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ നമ്മുടെ വീട്ടിലെ വയറുകൾ പോകുന്ന പോലെ തന്നെ ചില സർക്യൂട്ട് ഉണ്ട് ഹൃദയത്തിനകത്ത്. ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വഴിയാണ് ഈ ജനറേറ്ററിൽ നിന്ന് മറ്റു ഹൃദയത്തിന്റെ സ്ഥലങ്ങളിലേക്ക് ഇലക്ട്രിസിറ്റി ഇമ്പൾസ് പോകുന്നത്. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പോയിട്ട് മസിലിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഹൃദയം ഇടിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഇടിക്കുന്ന ഈ ജനറേറ്റർ ഈ വലത് അറയിലുള്ള SA നോഡ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഹൃദയമിടിപ്പിന്റെ തകരാറുണ്ടാവുന്നത്
ഈ ഒന്നിന് ജനറേറ്ററിലോ അല്ലെങ്കിൽ ഇത് ഈ ഇലക്ട്രിസിറ്റി കൊണ്ടുപോകുന്ന ഈ സർക്യൂട്ടുകളിലോ എവിടെയെങ്കിലും തകരാറ് ഉള്ളപ്പോഴത്തേക്കാണ് നമ്മുടെ വീട്ടിലെ കറണ്ട് പോകുന്ന പോലെ തന്നെയാണ് ഈ ഹൃദയത്തിന് ഇടിപ്പിലെ കറണ്ടിന് പ്രശ്നം. ചിലപ്പം ആ ജനറേറ്ററിൽ നിന്ന് കറണ്ട് നേരെ വരത്തില്ല, അങ്ങനെയാണെങ്കിൽ തീരെ നമുക്ക് വോൾട്ടേജ് കുറവായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് വരാം, അപ്പൊ ചിലപ്പോൾ കറണ്ട് കൂടുതൽ വരും. അപ്പം അതേപോലെ തന്നെയാണ് ഹൃദയത്തിന്റെ ഇടിപ്പിലെ തകരാറുകൾ ഉണ്ടാവുന്നത്. അതുപോലെ ഹൃദയമിടിപ്പ് കൂടുന്നതും കുറയുന്നതും അതുപോലെ സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കീർണമാകുന്ന ഒരു അവസ്ഥ ഏതാണ്? നമ്മള് ജീവൻ ഏറ്റവും അപായമുള്ള ഹൃദയമിടിപ്പിന്റെ തകരാറ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള അസുഖമുണ്ട്. അതായത് ഹൃദയത്തിലെ താഴത്തെ അറകളിലെ ഇടിപ്പ് ക്രമാതീതം 300, 500, 600 വരെയൊക്കെ പോകുന്ന അവസ്ഥയാണ് ഈ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ഈ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറയുന്ന അവസ്ഥ മിക്കപ്പോഴും ഉണ്ടാവുന്നത് ഈ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ എന്ന് പറയുന്ന രീതിയിലുള്ള ഹൃദയത്തിന്റെ ഇടിപ്പിന്റെ തകരാറാണ്. ഇതാണ് ഏറ്റവും ജീവൻ അപായമുള്ള ഇടിപ്പ്. ഹൃദയത്തിന്റെ ഇടിപ്പ് തീരെ കുറഞ്ഞു പോയാലുണ്ടാവുന്ന, അതായത് ചിലപ്പോൾ ഹൃദയത്തിന്റെ ഇടിപ്പ് 40 താഴെ, ഒരു നോർമലി ഒരാൾക്ക് ഒരിക്കലും ഉണർന്നിരിക്കുന്ന സമയത്ത് ഹൃദയമിടിപ്പ് 40 താഴെ പോവാറില്ല. ഉറങ്ങുമ്പോൾ ചിലപ്പോൾ 40 താഴെ പോവാം. ഉണർന്നിരിക്കുമ്പോൾ ഹൃദയമിടിപ്പ് 40 താഴെ പോവുകയാണെങ്കിൽ പലപ്പോഴും പെട്ടെന്ന് ബോധക്കേട് പോലെ ഉണ്ടാകും. അത് ജീവൻ അപായം ഉണ്ടാക്കത്തില്ലെങ്കിലും അത് ഏത് അവസ്ഥയിലാണ് നമ്മൾ എവിടെ നിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്ന അനുസരിച്ചിരിക്കും. ഇപ്പൊ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടിപ്പ് തീരെ കുറഞ്ഞ് ബോധക്കേട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ജീവൻ അപായം ഉണ്ടാകും. അപ്പൊ ആ ഇടിപ്പ് കുറവ് അല്ലെങ്കിൽ കൂടി നമ്മൾ ആ സിറ്റുവേഷൻ ചിലപ്പോൾ ജീവൻ അപായം ഉണ്ടാക്കാം. ഇത് രണ്ടുമാണ് ഈ ഹൃദയമിടിപ്പിന്റെ തകരാറുകൾ ജീവൻ അപായം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും ഗൗരവമേറിയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? അതെ, ആദ്യം തന്നെ മുന്നേ നമുക്ക് ഇത് നമ്മൾ ഈ ഇടിപ്പിന്റെ തകരാറായിട്ട് വരുന്ന ആൾക്കാർ, അതായത് നെഞ്ചിരിപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ബോധക്കേടോ ഒക്കെ വരുന്ന ആൾക്കാരിൽ നമ്മൾ ആദ്യം കുറച്ച് ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ECG. എല്ലാവർക്കും അറിയാവുന്ന ടെസ്റ്റാണ്. അപ്പൊ ECG എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇടിപ്പിന്റെ എന്തെങ്കിലും തകരാറുണ്ടോ, ഇടിപ്പ് തീരെ സ്ലോ ആണോ, ഇടിപ്പ് ഫാസ്റ്റ് ആണോ, എന്ത് തരത്തിൽ ഇടിപ്പാണെന്നൊക്കെ അറിയാൻ പറ്റും. അതിന്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് രോഗി പലപ്പോഴും ആശുപത്രി വരുമ്പോഴത്തേക്ക് ആ സിംറ്റം ഉണ്ടാവണം എന്നില്ല. അത് നെഞ്ചിടിപ്പ് കൂടുതൽ സിംറ്റം ഉണ്ടായി മാറിയതിനു ശേഷമായിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്. ഇടിപ്പ് തീരെ കുറവായി തോന്നിയാൽ ബോധക്കേടൊക്കെ വന്ന് മാറിയതിനു ശേഷമാണ് ECG ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പൊ ചിലപ്പോൾ ആ സമയത്ത് ECG എടുക്കുമ്പോൾ തകരാറുകൾ പലപ്പോഴും കാണണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഈ കണ്ടിന്യൂസ് ECG മോണിറ്ററിംഗ്, അത് ഹോൾട്ടർ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്. ഹോൾട്ടർ ഈ പരിശോധനയിൽ നമ്മളൊരു ECG റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസ് രോഗിയുടെ ദേഹത്ത് ഘടിപ്പിക്കുന്നു. എന്നിട്ട് അവര് നോർമൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റികളിലെ നോർമലി സാധാരണ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ ഇടിപ്പുള്ള സമയത്ത് ഈ മെഷീൻ ചെയ്യുന്ന 24 മണിക്കൂർ ECG റെക്കോർഡ് ചെയ്യും. അപ്പൊ രോഗിക്ക് സിംറ്റംസ് തോന്നുന്ന സമയം അവർ എഴുതി വെക്കുന്നു. അപ്പൊ ഇപ്പൊ സപ്പോസ് ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴത്തേക്ക് പെട്ടെന്ന് തലകറക്കം പോലെ കണ്ണീരിട്ട് കയറുന്ന പോലെ തോന്നി. അപ്പൊ നമ്മൾ ആ മെഷീൻ എടുത്ത് കമ്പ്യൂട്ടറിലിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1 മണിക്ക് ECGയിൽ എന്താ വ്യത്യാസം ഉണ്ടായത്. ECG ഇടിപ്പ് കുറവാണോ, ഇടിപ്പ് കൂടുതലാണോ, അതോ ഇടിപ്പെല്ലാം നോർമലാണ്, രോഗിക്ക് സിംറ്റംസ് വേറെ ഉണ്ടായിട്ടും ഇടിപ്പിന് കാരണമുള്ളതല്ല എന്ന് നമുക്ക് ഈ ഹോൾട്ടർ പരിശോധന കൊണ്ട് അറിയാൻ പറ്റും. അത് പല ഡ്യൂറേഷനിൽ ചെയ്യാം. ചിലർക്ക് ചിലപ്പോൾ ആ വയ്ക്കുന്ന ഒരു ദിവസം ഇടിപ്പ് ഉണ്ടാവണം എന്നില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് 3 ദിവസമോ 4 ദിവസമോ ഒരാഴ്ചയോ വരെ ഈ ഹോൾട്ടർ മെഷീൻ നമുക്ക് ഹോൾട്ടർ മോണിറ്ററിംഗ് ചെയ്യാം. ചില ആൾക്കാരിൽ വളരെ അപൂർവമായിട്ട് ഇടിപ്പുണ്ടാവാറ് അല്ലെങ്കിൽ ബോധക്കേട് ഉണ്ടാകത്തുണ്ട്. അവർക്ക് നമ്മൾ ഈ തൊലിക്കടിയിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു മോണിറ്റർ ഉണ്ട്. അത് 6 മാസം വരെ വേണമെങ്കിലും അവിടെ വെക്കാൻ പറ്റും. അപ്പൊ ഈ 6 മാസം ഇടയിൽ എപ്പോഴും ഒരു തവണയെങ്കിലും ഇടിപ്പിന് തകരാറുണ്ടായാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇപ്പം മോഡേൺ ടെക്നോളജി വഴി എല്ലാവരുടെയും ഇപ്പം പലരുടെയും വാച്ചിൽ തന്നെ ECG മോണിറ്ററിംഗ് ഫീച്ചറുള്ള വാച്ചുകളുണ്ട്, ഈ സ്മാർട്ട് വാച്ചുകളിൽ. അപ്പൊ സ്മാർട്ട് വാച്ചിൽ ECG ഈ സ്മാർട്ട് വാച്ച് തനിയെ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് താളം തെറ്റി ഇടിപ്പ് വരുന്നുണ്ടോ ഇല്ല എന്നുള്ള സ്മാർട്ട് വാച്ച് തന്നെ മോണിറ്റർ ചെയ്യും. അപ്പൊ സ്മാർട്ട് വാച്ച് നമുക്ക് അലാം തരും. നമ്മൾ സാധാരണ ഇടിപ്പിനെക്കാട്ടിലും കൂടുതലോ കുറവോ വരുവാണെങ്കിൽ സ്മാർട്ട് വാച്ച് അലാം വരാം. താളം തെറ്റി ചില ഇടിപ്പുകളും ഈ സ്മാർട്ട് വാച്ച് കണ്ടുപിടിക്കും. പക്ഷെ ഹാർട്ട് അറ്റാക്ക് പോലത്തെ വേരിയേഷൻ വരത്തില്ല. എന്നാൽ ഇടിപ്പിലെ തകരാറുകൾ നമുക്ക് വാച്ച് തന്നെ അലർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇടിപ്പ് പ്രശ്നം തോന്നുവാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ വാച്ച് വെച്ചിട്ട് ഒരു ECG എടുക്കാം. ECG എടുത്തിട്ട് അപ്പൊ തന്നെ ഡോക്ടറിന് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ സ്മാർട്ട് വാച്ചസ് ഇപ്പൊ ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ ഈ ECGയും ഈ ഹോൾട്ടർ മോണിറ്ററുമാണ് ഇടിപ്പിന്റെ തകരാർ അറിയാൻ പറ്റുന്നത് 2 മെയിൻ ടെസ്റ്റുകൾ ചെയ്യുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തില് ഈ രോഗിക്ക് ഹൃദയ സംബന്ധ അസുഖം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എക്കോ കാർഡിയോഗ്രാം എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. പിന്നെ ഇതിന്റെ ഏറ്റവും അഡ്വാൻസ് ടെസ്റ്റ് ആണ് കാർഡിയക് ഇലക്ട്രോഫിസിയോളജി സ്റ്റഡി എന്ന് പറയുന്ന പരിശോധന. ഈ കാർഡിയക് ഇലക്ട്രോഫിസിയോ സ്റ്റഡിയിൽ നമ്മൾ രോഗിയുടെ ഹൃദയത്തിനകത്ത് വലത് സൈഡിലെ അറകളിലകത്തെല്ലാം പല സ്ഥലത്തും വയറുകൾ കൊണ്ട് പ്ലേസ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ ഹൃദയത്തിനകത്തെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് നമ്മൾ പഠിക്കും. ഇത് എവിടെയാണ് ഇടിപ്പ് ഉണ്ടാവുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, എവിടെയാണ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് തകരാറുള്ളതെന്ന് പഠിക്കുന്ന പരിശോധനയാണ് ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി. അപ്പം ഈ ഹൃദയമിടിപ്പ് അമിതമായിട്ട് വരുന്ന ആൾക്കാരിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും
ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫൈനൽ ടെസ്റ്റ് ഈ ഇലക്ട്രോഫിസിയോളജി സ്റ്റഡിയാണ്. ഇതൊക്കെയാണ് ഇടിപ്പ് കണ്ടുപിടിക്കാൻ നോക്കുന്ന ടെസ്റ്റുകൾ. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ പറഞ്ഞതുപോലെ ഇതിന്റെ ചികിത്സാ രീതികളിലോട്ട് വരുമ്പോൾ അപ്പം ഇതിന്റെ ചികിത്സാ രീതികൾ മുഖ്യമായിട്ടും 2 രീതി. ഒന്ന് മരുന്ന് ചികിത്സ, രണ്ടാമത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാന്നുള്ളതാണ്. ഹൃദയമിടിപ്പ് കൂടുന്ന അസുഖത്തിന് പലതരം മരുന്ന് ചികിത്സകളും ഉണ്ട്. അപ്പോ അത് രോഗിയുടെ എന്ത് തരം ഇടിപ്പാണെന്നനുസരിച്ചിരിക്കും. അപ്പോൾ അതിനുള്ള ഇടിപ്പ് കുറയ്ക്കാനും അല്ലെങ്കിൽ ഇടിപ്പ് ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് ഇടിപ്പ് നോർമൽ ആക്കാനുള്ള ചില ഇഞ്ചക്ഷൻസ് ഉണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇന്നൊരു രോഗി അഡ്മിറ്റായി, അവരുടെ നെഞ്ചിടിപ്പ് സാധാരണ 60ഒക്കെയാണ്, ഇപ്പൊ ഇടിപ്പ് പെട്ടെന്ന് 150 അപ്പൊ ഈസിയിൽ പ്രത്യേക ഒരു തരം വേരിയേഷൻ ഉണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി നമ്മൾ അഡിനോസിന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. ഇഞ്ചക്ഷൻ കൊടുത്ത് അപ്പൊ തന്നെ ഇടിപ്പ് നോർമലിലേക്ക് തിരിച്ചു വരും. പിന്നെ ഇടിപ്പ് ഉണ്ടാകാതിരിക്കാനുള്ള മെഡിസിൻസ് അവര് തുടർച്ചയായിട്ട് കഴിക്കണം. ചില രോഗികൾ നേരത്തെ പറഞ്ഞ പോലെ ജീവൻ അപായമുള്ള ഇടിപ്പായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ബ്ലഡ് പ്രഷർ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള രോഗികൾ, അതായത് നെഞ്ചിടിപ്പ് വളരെ ക്രമാതീതമായി കൂടി ബ്ലഡ് പ്രഷർ വളരെ കുറയുക, അങ്ങനെ അത് ജീവൻ അപായമുള്ള തരം ഇടിപ്പാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇടിപ്പ് നോർമലിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയുള്ളവർ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെസ്റ്റിൽ ഒരു മെഷീൻ വെച്ചിട്ട് ഒരു ചെറിയ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും. അപ്പൊ ഈ ഇലക്ട്രിക് ഷോക്ക് ചെയ്യുന്നത് ഈ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഫുൾ റീസെറ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ സപ്പോസ് ഇപ്പം അമിതമായിട്ടുള്ള വോൾട്ടേജ് വരും, നമ്മൾ പോയിട്ട് അവിടുത്തെ MCB ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന പോലെയാണ് ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ചെയ്യുന്നത്, ഈ ഷോക്ക് ചെയ്യുന്നത്. ആ ഫുൾ കറണ്ടിനെ ഒന്ന് റീസെറ്റ് ചെയ്യും. അപ്പൊ ഹൃദയമിടിപ്പ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആയിട്ട് രണ്ടാമത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നോർമൽ ഇടിപ്പിലേക്ക് മാറും. അതാണ് എമർജൻസി ആയിട്ട് നമ്മൾ ഈ അമിതമായിട്ടുള്ള ഇടിപ്പ് ഉള്ള സമയത്ത് രോഗിക്ക് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ രോഗിക്ക് ഇടിപ്പുണ്ടാതിരിക്കാനുള്ള മെഡിസിൻസ് കൊടുക്കുന്നു. ഇനി ഇടിപ്പ് തീരെ കുറഞ്ഞ ചില രോഗികൾ വരും, ചിലപ്പോൾ ഇടിപ്പ് 20-30 ഉണ്ടാവും. ആ സമയത്ത് പെട്ടെന്ന് ഇടിപ്പ് കൂടാനുള്ള ചില ഇഞ്ചക്ഷൻസ് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇടിപ്പ് കൂട്ടാനായിട്ടുള്ള ഒരു മെഷീൻ ഘടിപ്പിക്കും. അത് തുടക്കത്തിൽ നമ്മളൊരു ടെമ്പററി പേസ് മേക്കർ എന്നാണ് മെഷീൻ പറയുന്നത്. അപ്പം തുടക്കത്തിൽ നമ്മളൊരു ടെമ്പററി പേസ് മേക്കർ, കാലിൽ തുടയിക്കൂടെ വെയിനിലേക്ക് ഹാർട്ടിനകത്തേക്ക് വെച്ചുന്ന ടെമ്പററി പേസ് മേക്കറാണ്. പിന്നെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്യും രോഗിക്ക് എന്തുകൊണ്ടാണ് ഇടിപ്പ് കുറവ് വന്നതെന്നുള്ളത്. അത് ഈ എളുപ്പത്തിൽ മാറ്റാൻ പറ്റാവുന്ന ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ടെമ്പററി അത് റിക്കവർ ആവുന്ന ടെമ്പററി പേസ് മേക്കർ സപ്പോർട്ട് ചെയ്യും. രോഗി ആ ഒരു രോഗാവസ്ഥ റിക്കവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പററി പേസ് മേക്കർ മാറ്റും. ചിലർക്ക് അങ്ങനെയല്ല, ഹൃദയം ഇടിപ്പിനെ തകരാറ് കൊണ്ടാണ് ഈ ഇടിപ്പ് തീരെ കുറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പം ഈ പെർമനന്റ് പേസ് മേക്കർ എന്ന മെഷീന് വെക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് മുഖ്യമായിട്ടുള്ള ഈ ഇടിപ്പിന്റെ ചികിത്സകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ചികിത്സാ മാർഗങ്ങളെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോ പെട്ടെന്ന് ഒരു കുട്ടികളിൽ, ഇപ്പൊ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞു ജനിച്ച കുട്ടികളിൽ തന്നെ പെട്ടെന്ന് വേരിയേഷൻ ഒക്കെ വരുന്നതാണ്. എന്തുകൊണ്ടാണ് ഒരു പ്രായം, അതായത് കുട്ടികൾ വളരുമ്പോൾ തന്നെ അതിനൊരു ചേഞ്ച് കണ്ടു തുടങ്ങുന്നത്? അതല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ ജന്മന ഉള്ള ചില ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് തകരാറുകളുണ്ടാവും. അപ്പോ അതിന് ബൈപ്പാസ് ട്രാക്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പൊ ഈ ഹൃദയത്തിലെ ഇടിപ്പ് ഹാർട്ടിന്റെ മുകളിലത്തെ അറയിൽ നിന്ന് താഴത്തെ അറയിലേക്ക് ഒരു ചില പ്രത്യേക ഇലക്ട്രിക്കൽ സർക്യൂട്ട് വഴിയാണ് പോകേണ്ടത്. ചിലർക്ക് ജന്മന തന്നെ ഒന്നിക്കൂടുതൽ സർക്യൂട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒന്നിക്കൂടുതൽ സർക്യൂട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടി കയറി മറ്റു സർക്യൂട്ട് തിരിച്ചു വന്ന് അങ്ങനെ ഒരു ഇലക്ട്രിക്കൽ റീസർക്യൂട്ട് അവിടെ ഉണ്ടായിട്ട് പെട്ടെന്ന് അമിതമായിട്ട് ഹാർട്ടിന് ഇടിപ്പ് കൂടാം. കുട്ടികൾ പലപ്പോഴും ഇങ്ങനത്തെ അബ്നോർമൽ ബൈപ്പാസ് ട്രാക്ട് കാരണമാണ് കുട്ടികൾ ഇടിപ്പുണ്ടാവുന്നത്. പിന്നെ ചില ജനിതകമായ അസുഖങ്ങൾ കാരണം കുട്ടികളിൽ നെഞ്ചിടിപ്പിന് തകരാറുണ്ടാകാം. അപ്പൊ അവർക്ക് പലപ്പോഴും മരുന്ന് ചികിത്സയാണ് തുടക്കത്തിൽ കൊടുക്കുന്നത്. പ്രായമാകുമ്പോഴത്തേക്ക് ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട് നമ്മളൊരു റേഡിയോ ഫ്രീക്വൻസി, മൊബൈൽ ഫോണിലേക്ക് ഉള്ളപ്പോഴത്തെ കറണ്ട് കൊണ്ട് ഈ കരിച്ചു കളയുന്ന ഒരു ചികിത്സയുണ്ട്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അപ്പൊ ആ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചികിത്സ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സർക്യൂട്ട് കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയ പിന്നെ ഒരിക്കലും തിരിച്ച് ഇവർക്ക് രണ്ടാമത് പിന്നെ ഇടിപ്പ് ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് ഹൃദ്രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കും. അപ്പൊ ഈ ഒരു അവസ്ഥക്ക് കണ്ടിന്യൂ ചെയ്ത് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരുന്നുണ്ടോ? അത് നമ്മൾ ഏത് തരത്തിലുള്ള ഇടിപ്പിന്റെ അവസ്ഥയാണെന്നനുസരിച്ചിരിക്കും. സാധാരണ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും ഒരു ഹൃദയമിടിപ്പിന്റെ അവസ്ഥയാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും. അത് പല പ്രായമുള്ള ആൾക്കാർക്കും സാധാരണ ഉള്ളതാണ് ഏട്രിയൽ. അത് ഹൃദയത്തിന്റെ താളം തെറ്റിയുള്ള ഇടിപ്പാണ്. അപ്പൊ ഹൃദയമിടിപ്പ് താളം തെറ്റി വരുമ്പോൾ ഒരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൃദയത്തിന്റെ മുകളിലത്തെ അറകൾ നേരെ ഇടിക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഹൃദയത്തിനകത്ത് രക്തം കട്ട പിടിച്ചിട്ട് തലച്ചോറിൽ പോയി സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരിൽ, നമ്മൾ പ്രായം കൂടിയ ആൾക്കാർക്ക് ഏട്രിയൽ ഫിബ്രിലേഷൻ ഉള്ളപ്പോഴത്തേക്ക് ബ്ലഡ് കട്ട പിടിക്കാനുള്ള മെഡിസിൻസ് ലൈഫ് ലോങ് കഴിക്കേണ്ടി വന്നേക്കാം.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ വന്ന ആൾക്കാരിൽ രണ്ടാമത് വീണ്ടും ഇടിപ്പ് വരാതിരിക്കാനുള്ള ഗുളിക ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. ഹൃദയമിടിപ്പ് കുറവുള്ള ആൾക്കാരിൽ പേസ് മേക്കർ മെഷീൻ വെച്ച് കഴിയുവാണെങ്കിൽ പിന്നെ ഇടിപ്പ് കൂട്ടാനുള്ള മെഡിസിൻസ് കഴിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഇടിപ്പ് കൂടിയ ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്ത് ഈ സർക്യൂട്ട് പെർമനന്റ്ലി നമ്മൾ കരിച്ചു കളയുവാണെങ്കിൽ അവർക്ക് പിന്നെ മെഡിസിൻസ് പൂർണ്ണമായിട്ട് നിർത്താൻ കഴിയും. ഇന്നും ഞങ്ങള് ആശുപത്രിയിൽ ഇതുപോലെ ഒരു 40 വയസ്സുള്ള ഒരു ലേഡി, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഹൃദയമിടിപ്പ് ഉണ്ടാവുന്നു. അപ്പം ഈ നെഞ്ചിടിപ്പ് ക്രമാതീതമായിട്ടും കൂടും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് ഭയങ്കര ക്ഷീണവും കണ്ണീരിട്ട് കയറുന്ന പോലെയും ബോധക്കേടൊക്കെ പോലെ വരും. ഇത് എപ്പോ വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് എപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയായിരിക്കും, ചിലപ്പം ദൂര സ്ഥലങ്ങളിൽ പോകാൻ പേടിയായിരിക്കും, അത് അവരുടെ ലൈഫിനെ ബാധിക്കുന്നതായിരിക്കും. ചിലപ്പോൾ അവർ കണ്ടിന്യൂസ് മെഡിസിൻ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. മെഡിസിൻ ചിലപ്പോൾ മുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഇടിപ്പുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മൾ ഈ ഇലക്ട്രോ ഫിസിയോളജി സ്റ്റഡി ഇന്ന് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ആ ഹാർട്ടിന്റെ ഒരു അബ്നോർമൽ സർക്യൂട്ട് കണ്ടുപിടിച്ചിട്ട് ഈ റേഡിയോ ഫ്രീക്വൻസി കറണ്ട് വെച്ചിട്ട് ആ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്ത്, അപ്പം അത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചികിത്സയാണ്. നമ്മൾ തുടയിലെ കൂടെ ഒരു ട്യൂബ് കടത്തിയിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു മണിക്കൂർ 4 മണിക്കൂർ അവർക്ക് വേണ്ടി നടക്കാം, അടുത്ത ദിവസം ഡിസ്ചാർജ് വീട്ടിൽ പോകാം. സക്സസ്ഫുൾ ആയത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കണ്ട. കാരണം 99% ആൾക്കാർക്കും അത് രണ്ടാമത് പിന്നെ തിരിച്ച് ആ ഇടിപ്പ് ഉണ്ടാകത്തില്ല. അപ്പൊ 99% സക്സസ് റേറ്റ് ആണ് അതിനകത്തുള്ളത്. അങ്ങനെയുള്ളവർക്ക് മെഡിസിൻ ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ചില ആൾക്കാരിൽ ഈ ചികിത്സകൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരിൽ ചിലപ്പം തുടർച്ചയായിട്ട് മരുന്ന് ചികിത്സ കഴിക്കണം. അതുപോലെ തന്നെ ഗർഭിണികളിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടോ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണോ ഹൃദയമിടിപ്പ് കൂടുന്നത്? അതെ, ഗർഭിണികളിൽ ഈ നോർമലി അത് പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റേഷണൽ ഏജ്, അതായത് ഗർഭാശയയുടെ സമയം കൂടുന്നതനുസരിച്ചിട്ട് ഫിസിയോളജിക്കലായിട്ട് ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കും. കാരണം അമ്മയ്ക്ക് അമ്മയുടെ ശരീരത്തിലേക്കുള്ള രക്തോട്ടം മാത്രം നോക്കിയാൽ പോരാ, അമ്മയുടെ ശരീരം കുഞ്ഞിനൂടെ വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് കുഞ്ഞ് വളരുന്നതനുസരിച്ചിട്ട് അമ്മയുടെ ശരീരത്തിലും കൂടുതൽ എനർജി കുഞ്ഞിലേക്ക് പോകണം. അപ്പൊ അതുകൊണ്ട് നോർമൽ പ്രഗ്നൻസി തന്നെയാണ് ഈ ഹാർട്ട് ബീറ്റ് നോർമലി കൂടാ, പൾസ് റേറ്റ് നോർമലി കൂടാ. പിന്നെ ചില ആൾക്കാർക്ക് ഈ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് യൂട്രസ് ഒക്കെ വലുതാകുമ്പോഴത്തേക്ക് ഈ ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളപ്പോഴും പലപ്പോഴും അവർക്ക് ഇടിപ്പായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇടിപ്പ് തോന്നാം. പിന്നെ ഈ പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പ്രഗ്നൻസിയിൽ ബ്ലഡ് പ്രഷർ കൂടാം. ആ BP കൂടുന്ന അവസ്ഥയിലും പലർക്കും നെഞ്ചിടിപ്പ് പോലെ തോന്നാം. പക്ഷെ നമ്മൾ അങ്ങനെ ഇടിപ്പുള്ള സമയത്ത് എപ്പോഴും ഒരു മെഡിക്കൽ ഇവാലുവേഷൻ അത്യാവശ്യമാണ്. കാരണം ഈ ഒരു രോഗി ഈ അഡ്മിറ്റ് ആയത് അവര് സിസേറിയന് വേണ്ടി അഡ്മിറ്റ് ആവേണ്ട തലേ ദിവസം പെട്ടെന്ന് നെഞ്ചിടിപ്പ് അമിതമായിട്ട് കൂടി. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോഴത്തേക്ക് ECGയിൽ ഹാർട്ടിന്റെ ഇടിപ്പ് 200 വരെ ഉണ്ട്. അപ്പം അത് അവർക്ക് നമ്മൾ പെട്ടെന്ന് മെഡിസിൻ കൊടുത്ത് ആ ഇടിപ്പ് നോർമൽ ആക്കേണ്ടി വന്നു. അവർക്ക് ജന്മനാ ഉള്ള ഒരു ബൈപ്പാസ് ട്രാക്ട് ഉണ്ട്, ഈ തകരാറുണ്ട്. അപ്പം ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു. ഇപ്പൊ ഒരു ഡെലിവറി എല്ലാം കഴിഞ്ഞു. ഇനി ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മൾ ഈ ഇലക്ട്രോ ഫിസിയോളജി സ്റ്റഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഏത് തരം ഇടിപ്പാണെന്നുള്ളത് നമ്മൾ പരിശോധിച്ച് തന്നെ കണ്ടുപിടിക്കണം. പ്രഗ്നൻസിയിൽ പക്ഷെ നോർമലി മിക്കവർക്കും ഈ നെഞ്ചിടിപ്പ് കൂടാം, ഇതുപോലെ ഫിസിയോളജിക്കൽ കൂടാം, പലർക്കും അനീമിയ ഉണ്ടാകാം, ചിലർക്ക് BP ഉണ്ടാകാം. പക്ഷെ പരിശോധന എന്തായാലും അത്യാവശ്യമായിരിക്കും. അപ്പോൾ ഡോക്ടർ, നമ്മൾ ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഗർഭിണികളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പേസ് മേക്കർ. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് കുറെ കൂടെ ആകാംക്ഷയായിരിക്കും. ഒരുവിധപ്പെട്ട പ്രായം ചെന്നവരിലായിക്കോട്ടെ, എല്ലാവരും ആ ഒരു ഉപകരണം എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് ഡോക്ടർ പറയാം. അത് നമ്മള് ഈ ഹൃദയമിടിപ്പ് കുറയുന്നതിന്റെ ഒരു മുഖ്യ ചികിത്സയാണ് പേസ് മേക്കർ. നേരത്തെ പറഞ്ഞ പോലെ ഹൃദയമിടിപ്പ് കൂടുന്നത് കുറയ്ക്കാനായിട്ട് പല മരുന്നുകളുണ്ടെങ്കിലും ഈ കുറഞ്ഞ ഹൃദയമിടിപ്പ് കൂട്ടാനായിട്ട് മരുന്ന് ചികിത്സ അധികം ഇല്ല. അപ്പം ചില മരുന്നുകൾ പലപ്പോഴും ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്. അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടായാലും അത് അധിക നാള് ആ മരുന്നിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഹൃദയത്തിന്റെ ഇടിപ്പുണ്ടാകുന്ന സ്ഥലത്ത് തകരാറ് വന്നിട്ടാണ് ഈ ഹൃദയമിടിപ്പ് കുറയുന്നത്. മരുന്നുകൾ പലപ്പോഴും ഫലപ്രദമാകത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ഹൃദയമിടിപ്പ് ആർട്ടിഫിഷ്യലി കൊടുക്കുന്ന മെഷീനാണ് ഈ പേസ് മേക്കർ മെഷീൻ എന്ന് പറയുന്നത്. അതായത് ഹൃദയത്തിനകത്തെ പേസ് മേക്കർ വർക്ക് ചെയ്യാത്തപ്പോൾ നമ്മൾ പുറമേ നിന്നൊരു പേസ് മേക്കർ വെക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. ഈ മെഷീന് നമ്മൾ വെക്കുന്നത് ഈ ഹൃദയത്തിന്റെ അറയ്ക്ക് ഉള്ളിലേക്ക് ഒരു വയർ കടത്തി വിടുന്നു. എന്നിട്ട് ഇതിന്റെ ബാറ്ററിയും ഈ ജനറേറ്ററും ഒക്കെ നമ്മൾ ഈ നമ്മുടെ തൊലിയുടെ അടിയിൽ ഇടത് സൈഡിലെ തോളലിന്റെ അടിയിലാണ് നമ്മൾ സർജറി ചെയ്തിട്ട് സ്കിന്നിന്റെ അടിയിലാണ് ഇത് വെക്കുന്നത്. ചെറിയൊരു മൈനർ സർജറിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മെഷീൻ ചെയ്യുന്നത്, ആ മെഷീൻ എപ്പോഴും ഹൃദയമിടിപ്പ് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് എപ്പോഴെങ്കിലും ഹൃദയമിടിപ്പ് 60 താഴെ പോവുകയാണെങ്കിൽ ഈ മെഷീൻ
ഇടിപ്പ് കൊടുക്കും. 60-ന് മുകളിൽ ഇടിപ്പുണ്ടെങ്കിൽ മെഷീൻ അത് മോണിറ്റർ ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും ഹൃദയം ഇടിപ്പ് നമ്മൾ സെറ്റ് ചെയ്ത ഒരു പെർട്ടിക്കുലർ റേറ്റ്, നമുക്കത് 60, 50, 80 സെറ്റ് ചെയ്ത് വെക്കാം, അതിൽ നിന്നും ഒരിക്കലും താഴെ പോകത്തില്ല. അപ്പൊ ഇടിപ്പ് തീരെ കുറഞ്ഞത് കൊണ്ടുള്ള രോഗമൊന്നും ആ രോഗിക്കുണ്ടാകത്തില്ല. ഈ പേസ് മേക്കർ പല തരത്തിലുള്ളതുണ്ട്. സിംഗിൾ ചേംബർ പേസ് മേക്കർ, ഡ്യുവൽ ചേംബർ പേസ് മേക്കർ, അതായത് ഒരു അറയിലേക്ക് പോകുന്ന പേസ് മേക്കർ, അല്ലെ 2 അറയിലേക്ക് പോകുന്ന പേസ് മേക്കർ. പിന്നെ ഇപ്പോഴത്തെ പേസ് മേക്കർ മെറ്റലാണ് ഈ പേസ് മേക്കറിന്റെ ബാറ്ററി. അപ്പൊ ഈ പേസ് മേക്കർ വെച്ച ആൾക്കാർക്ക് MRI സ്കാൻ എടുക്കാൻ പണ്ട് കാലങ്ങളിൽ പറ്റത്തില്ലായിരുന്നു. പുതിയ ടൈപ്പ് പേസ് മേക്കറാണ് MRI കോമ്പാറ്റബിൾ പേസ് മേക്കർ എന്ന് പറയും. അതായത് നമുക്ക് MRI എടുക്കാൻ പറ്റുന്ന ടൈപ്പ് പേസ് മേക്കറാണ്. പിന്നെ അതിന്റെ അഡ്വാൻസ്ഡ് ആണ്. ചില ആൾക്കാരിൽ ഇതിനകത്ത് പറഞ്ഞല്ലേ ഈ ഹൃദയമിടിപ്പ് വളരെ കൂടി വരുന്നത്, അങ്ങനെ ആൾക്ക് നമ്മൾ പുറമേ നിന്ന് ഷോക്ക് കൊടുക്കുന്നത്. അപ്പം ഹാർട്ടിനുള്ളിൽ തന്നെ ഷോക്ക് കൊടുക്കുന്ന ICD എന്ന് പറഞ്ഞ പേസ് മേക്കർ ഉണ്ട്. ആ മെഷീൻ ചെയ്യുന്നത് എപ്പോഴെങ്കിലും ഇടിപ്പ് ക്രമാതീതമായി കൂടുകയാണെങ്കിൽ ആ മെഷീൻ ആദ്യം സ്വന്തമായിട്ട് ഇടിപ്പ് കൊടുത്ത് നോക്കും. ആ ഇടിപ്പ് കൊടുത്ത് നോക്കിയിട്ട് ഇടിപ്പ് ശരിയാകുന്നില്ലെങ്കിൽ മെഷീൻ തന്നെ ഷോക്ക് കൊടുക്കും. ആ രോഗിക്ക് ഷോക്ക് കൊടുത്തിട്ട് ജീവൻ രക്ഷിക്കും ആ സമയത്ത്. കാരണം ഈ അമിതമായിട്ട് ഇടിപ്പ് വന്ന് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് രക്ഷപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് ICD എന്ന് പറയുന്നത്. പിന്നെ ചില രോഗികളിൽ ഹൃദയത്തിന്റെ പമ്പിംഗ് ക്ഷമത തീരെ കുറവായിരിക്കും. അവർക്ക് ഹാർട്ടിന്റെ പമ്പിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ പേസ് മേക്കർ ഉണ്ട്. CRT എന്നാണ് ആ മെഷീൻ പറയുന്നത്. അപ്പൊ ആ CRT മെഷീൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മെഷീനിൽ നിന്ന് 3 വയറുകൾ ഹാർട്ടിനുള്ളിലേക്ക് പോകുന്നു. ഈ വയറുകൾ ഇരട്ടി കറണ്ട് കൊടുത്തിട്ട് ഹാർട്ടിന്റെ പമ്പിംഗ് ക്ഷമത കൂട്ടുന്നു. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഈ പെർമനന്റ് പേസ് മേക്കേഴ്സ് നമ്മൾ വെക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പെർമനന്റ് പേസ് മേക്കർ വെക്കുന്നതിന് മുന്നേ പല ആൾക്കാർക്കും പെട്ടെന്ന് എമർജൻസി വേണ്ടി നമ്മൾ ടെമ്പററി പേസ് മേക്കർ തുടയെ കൂടെ ചെയ്യുന്നു. അത് 1-2 ദിവസം നമ്മൾ വെക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പേസ് മേക്കർ മാറ്റുന്നു. പെർമനന്റ് പേസ് മേക്കേഴ്സ് ആണ് ഈ പറയുന്ന രീതിയിലുള്ള പേസ് മേക്കേഴ്സ്. പിന്നെ ഇപ്പം നമുക്ക് ഈ ഓപ്പറേഷൻ കൂടാതെയും വെക്കാവുന്ന പേസ് മേക്കർ ഉണ്ട്. ഈ പേസ് മേക്കർ ചെറിയൊരു നമ്മൾ കഴിക്കുന്ന ഗുളിക ക്യാപ്സ്യൂൾ പോലെയാണ്. ഇത് നമ്മള് തുടയിൽ കൂടെ കൊണ്ടുപോയി ഒരു ട്യൂബിൽ കൂടെ ഹൃദയത്തിനകത്തെ അറയിൽ കൊണ്ട് അത് സ്ക്രൂ ചെയ്ത് വെക്കുകയോ ചെയ്യുന്നത്. വയറുകളൊന്നുമില്ല, പുറമെ ഒന്നും അറിയാൻ പറ്റത്തില്ല, ഓപ്പറേഷൻ ഒന്നും വേണ്ട. അപ്പം ഇത് നേരെ ഹാർട്ടിനകത്ത് ഉള്ളിൽ തന്നെയാണ്. ഈ പേസ് മേക്കറും ബാറ്ററി എല്ലാം ഹാർട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. അതിനകത്ത് ആ ചെറിയ ക്യാപ്സൂളിനകത്ത് തന്നെ അതിന്റെ ബാറ്ററിയും ഉള്ളത്. അപ്പൊ അത് ഏതാണ്ട് 7-8 വർഷം അത് ബാറ്ററി അവിടെ തന്നെ ഇരിക്കും. ഇനി രോഗിക്ക് അത് 7 വർഷം കഴിഞ്ഞ് ബാറ്ററി കഴിയാറായെങ്കിൽ നമ്മൾ വേറൊരു ക്യാപ്സൂൾ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം അവിടെ. ഇതിന് സർജറി ഒന്നും വേണ്ട. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് ഇപ്പം മറ്റ് ഗുരുതര രോഗമുള്ള ആൾക്കാരായിരിക്കാം, രോഗിയായിരിക്കാം, അവർക്ക് ഓപ്പറേഷന് പറ്റത്തില്ലായിരിക്കാം. അല്ലെങ്കിൽ ചിലർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും. ഈ പേസ് മേക്കർ നമ്മളൊരു മെറ്റൽ സാധനം ശരീരത്തിനകത്ത് വെക്കുകയോ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഈ പേസ് മേക്കർ മെഷീനകത്ത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം മാറ്റേണ്ടി വരും. അപ്പൊ ചില ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള രോഗികളിൽ അവർക്ക് പേസ് മേക്കർ അത്യാവശ്യമാണ്. ഇൻഫെക്ഷൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ നമ്മൾ ഈ ചെറിയ കുഞ്ഞ് പേസ് മേക്കർ ഹാർട്ടിന് ഉള്ളിനകത്ത് തന്നെ കൊണ്ടുവയ്ക്കാം. ഒരു ഓപ്പറേഷനും കൂടാതെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് തന്നെ പേസ് മേക്കർ ചെയ്യാൻ പറ്റുന്ന അഡ്വാൻസ് പേസ് മേക്കേഴ്സ് ഉണ്ട്. അതിന് വില കൂടുതലാണ്, പക്ഷെ അങ്ങനത്തെ പല ഓപ്ഷൻസും ഇപ്പം അവൈലബിൾ ആണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ വരുന്ന കാര്യം, മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുമോ പേസ് മേക്കർ ഉള്ള ആൾക്കാർ? അതായത് നമ്മള് പേസ് മേക്കർ വെക്കുന്ന ആദ്യത്തെ 2 ആഴ്ചത്തേക്ക്, കാരണം നമ്മള് പേസ് മേക്കർ ഈ തൊഴിലടിയിൽ ഓപ്പറേഷൻ ചെയ്ത് അവിടുത്തെ മസിലിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്താ വെക്കുന്നത്. അപ്പൊ ഇതൊരു മെറ്റൽ സാധനം അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുവാണ്. കാലക്രമേണ അതിന് മുകളിൽ ഒരു ഫൈബ്രസ് ക്യാപ്സൂൾ തനിയെ ഉണ്ട്, നമ്മൾ മുറിവ് കരിയുന്ന പോലെ അത് കരിഞ്ഞ് അവിടെ ഫിക്സ് ആയിരുന്നോളും. അപ്പൊ ആദ്യത്തെ 2 ആഴ്ചത്തേക്ക് നമ്മള് ഏത് സൈഡ്, സാധാരണ നമ്മൾ എപ്പോഴും ഈ പേസ് മേക്കർ വെക്കുന്നത് ഇടത് സൈഡിലാണ്. കാരണം വലത് കൈ നമ്മൾ കൂടുതൽ അനക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഇടത് സൈഡിലാണ് നമ്മൾ പേസ് മേക്കർ വെക്കുന്നത്. അപ്പം ആദ്യത്തെ 2 ആഴ്ചത്തേക്ക് ഈ വലത് തോള് പൊക്കിയിട്ടുള്ള കാര്യങ്ങൾ അധികം ചെയ്യാൻ പാടില്ല. ഇടത് സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കുന്നത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ പേസ് മേക്കർ വെച്ചിരിക്കുന്ന ആ ബാറ്റ് നമുക്ക് പുറമെ തൊട്ട് അറിയാൻ പറ്റും. അപ്പൊ അതിനെ അധികം കൈകൊണ്ട് അനക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ആ മെഷീൻ വെച്ചിരിക്കുന്ന മുകളിൽ സ്കിന്നിൽ ഇൻഫെക്ഷൻ വരാതെയും പൊട്ടാതെയും മുറിവ് വരാതെയൊക്കെ സൂക്ഷിക്കണം. ഇൻഫെക്ഷൻ വരാതെ ശ്രദ്ധിക്കാന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ആദ്യം വിസിറ്റേഴ്സ് ഒന്നും പാടില്ല. നമുക്ക് പനി വരാതെയൊക്കെ ആദ്യത്തെ 2 ആഴ്ച നല്ലോണം ശ്രദ്ധിക്കണം. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പേസ് ക്വാളിറ്റിയോടെ സെറ്റ് ആയി കഴിയും. പിന്നെ നമ്മൾ ആ ഇടത്തെ തോള് കൂടുതൽ അനക്കമൊക്കെ വേണം. കാരണം അത്രയും ദിവസം അനക്കാതിരിക്കുന്നതുകൊണ്ട് തോളിന് പ്രയാസം ഉണ്ടാകാം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. പേസ് മേക്കർ വെച്ച് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ അതിന് ഒന്നും ചെയ്യാൻ നിർബന്ധമില്ല. നമ്മൾ എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എയർപോർട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് മെറ്റൽ ഡിറ്റക്ടർ ബീപ്പ് ചെയ്യും ഈ പേസ് മേക്കർ ഇരിക്കുന്ന ആൾക്കാരിൽ. അപ്പൊ അവരെപ്പോഴും ഒരു പേസ് മേക്കറിന്റെ ഐഡന്റിറ്റി കാർഡ് കൂടെ കൊണ്ടുപോകണം. അത് നമുക്ക് പേസ് മേക്കർ ഉണ്ടെന്നുള്ള കാരണം. ചില ഈ മെറ്റൽ ഡിറ്റക്ടർ ഡയറക്ട്ലി പേസ് മേക്കർ മെഷീന് മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പേസ് മേക്കറിന്റെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കാം. അപ്പൊ നമ്മൾ സെക്യൂരിറ്റി അടുത്ത് പറയണം നമ്മൾക്ക് പേസ് മേക്കർ ഉള്ള ആളാണെന്നുള്ളത്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ICD പോലത്തെ പേസ് മേക്കർ പറഞ്ഞ ഷോക്ക് കൊടുക്കുന്ന പേസ് മേക്കർ ആണെങ്കിൽ അവർ ഈ ഹൈ ടെൻഷൻ വയേഴ്സിന് അടുത്തൊക്കെ പോയി
ആദ്യം ജോലി ചെയ്തത്. എനിക്ക് തന്നെ ഒരാളെ അറിയാം, അദ്ദേഹത്തിന് ഈ പേസ് മേക്കർ മെഷീൻ വെച്ചിട്ടുണ്ട്. പുള്ളി ഒരു ഹൈ ടെൻഷൻ കേബിളിന് അടുത്ത് പോയി എന്തോ കിളയ്ക്കോ എന്തോ ചെയ്തു. അപ്പൊ അത് തട്ടിയിട്ട് പെട്ടെന്ന് പുള്ളിക്ക് അതിൽ നിന്ന് ഷോക്ക്, ഈ പേസ് മേക്കർ മെഷീൻ ഷോക്ക് അടിച്ചു, ഷോക്ക് ഉണ്ടായി. അപ്പം അത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ഹൈ ടെൻഷൻ വയേഴ്സ് ഉണ്ട്. ബാക്കി നമ്മൾ റൂട്ടീനിൽ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും നമുക്ക് പേസ് മേക്കർ ആൾക്കാർക്ക് ഉപയോഗിക്കാം. മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, ഫോൺ ഉപയോഗിക്കാം, മൈക്രോ ഓവൻ ഉപയോഗിക്കാം. മൊബൈൽ ഫോൺ ഒന്നും ഡയറക്ട്ലി ഈ പേസ് മേക്കർ മെഷീനിന് മുകളിൽ കൊണ്ടുവെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കഴിവതും വലത് സൈഡിൽ വെച്ചിട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും തുടക്കകാലത്തെങ്കിലും നല്ലത്. പിന്നെ നമ്മൾ എന്തെങ്കിലും സർജറി ചെയ്യാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ സ്കാൻ ഒക്കെ എടുക്കാൻ പോവുകയാണെങ്കിലോ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം എടുക്കണം. കാരണം ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡ് വരാതിരിക്കാൻ, ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി സർജൻ പലപ്പോഴും കോട്ടറി എന്നുള്ള കരിക്കുന്ന ഒരു മെഷീൻ ഉപയോഗിക്കും. ഈ കോട്ടറി ഇലക്ട്രിക്കൽ കറണ്ടാണ്. അപ്പൊ ഈ പേസ് മേക്കർ മെഷീൻ വിചാരിക്കും ഇത് ഹാർട്ടിന് ഇടിപ്പാണ് തെറ്റിദ്ധരിച്ചിട്ട് മെഷീൻ ചിലപ്പോൾ ഇടിപ്പ് കൊടുക്കത്തില്ല. അപ്പൊ നമ്മള് ഓപ്പറേഷന് മുന്നേ ഈ മെഷീന് ഈ ഒരു പ്രത്യേക ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് അതിന്റെ മോഡ് സെൻസ് അത് മാറ്റേണ്ടി വരും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ പേസ് മേക്കർ മെഷീൻ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ നോർമൽ പേസ് വെച്ച് കഴിഞ്ഞാൽ നോർമൽ റുട്ടീൻ ലൈഫ് പോലെ തന്നെ എല്ലാവർക്കും കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പീരിയോഡിക് ആയിട്ട് മെഷീൻ ടെസ്റ്റ് ചെയ്യും. നമ്മളൊരു വയർലെസ് ഡിവൈസ് വെച്ചിട്ട് ഈ മെഷീനിൽ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് മെഷീന്, ഇനി എത്ര ബാറ്ററി ബാക്കിയുണ്ട്, ഈ മെഷീൻ വെച്ച സമയത്ത് എന്തെങ്കിലും രോഗിക്ക് താഴ്ന്ന ഇടിപ്പെല്ലാം വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതെല്ലാം ഈ ഒരു റെക്കോർഡർ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അത് രോഗി എല്ലാ വർഷവും ഒരിക്കലെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം മെഷീന്റെ ബാറ്ററി തീരാറായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഏതാണ്ട് 7-8 വർഷം ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ 6 മാസം ഒരിക്കലും ഈ മെഷീൻ ചെക്ക് ചെയ്യണം. ബാറ്ററി കഴിയാറായെങ്കിൽ എല്ലാ മാസം ഒരിക്കലും നമ്മൾ ചെക്ക് ചെയ്യണം. ബാറ്ററി പൂർണ്ണമായിട്ട് തീരുന്നതിന് മുന്നേ തന്നെ അതിന്റെ ഓപ്പറേഷൻ ചെയ്ത് ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വെക്കേണ്ടതാണ്. അപ്പൊ ഡോക്ടർ, പേസ് മേക്കറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആർക്കൊക്കെയാണ് ഈ പേസ് മേക്കർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്? പേസ് മേക്കർ അങ്ങനെ ഇന്ന പ്രായമൊന്നുമില്ല. ഇപ്പൊ നമ്മള് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ 90 വയസ്സായ ആൾക്കാരിൽ വരെ പേസ് മേക്കേഴ്സ് പല അവരുടെ ഇൻഡിക്കേഷൻസിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികളിൽ സാധാരണ വരുന്നത് കൺജനറ്റൽ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്നൊരു അസുഖമുണ്ട്. അത് ജന്മന തന്നെ ഹൃദയമിടിപ്പ് തീരെ സ്ലോ ആവുന്ന അവസ്ഥയുണ്ട്. കുട്ടികളിൽ പേസ് മേക്കർ വയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ വളരുന്നതനുസരിച്ചിട്ട് ഈ ഡിവൈസ് വളരെ വലുതായിരിക്കും, ആള് ചെറുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പൊ പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് കുറച്ച് പ്രായമായിട്ട് വെക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ മെഷീന്റെ ബാറ്ററി ഏതാണ്ട് 10 വർഷമേ നിൽക്കത്തുള്ളൂ. അപ്പൊ ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് ഇത് വെക്കുവാണെങ്കിൽ 10 തവണയെങ്കിലും നമ്മൾ ഈ ബാറ്ററി പിന്നീട് മാറ്റി വെക്കേണ്ടി വന്നേക്കാം. അപ്പൊ കുട്ടികളിൽ പേസ് മേക്കേഴ്സ് വളരെ അപൂർവമായിട്ടുള്ള കണ്ടീഷൻസിലേ വെക്കാറുള്ളൂ. ഈ പ്രായം കുറഞ്ഞ ആൾക്കാർ ഇതുപോലെ ഈ കൺജനറ്റൽ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്, ജന്മനുള്ള കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിന് ചില പലപ്പോഴും പേസ് മേക്കർ വയ്ക്കും. പക്ഷെ കൂടുതലായിട്ട് മെജോറിറ്റി ഇത് പേസ് മേക്കർ വയ്ക്കുന്നത് 70 വയസ്സോ 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ്. ആ പ്രായത്തിലാണ് സാധാരണ ഹൃദയത്തിന്റെ ഇടിപ്പിന് തകരാറുണ്ടായി ഈ പേസ് മേക്കറിന്റെ ആവശ്യം ഉണ്ടാവുന്നത്. അപ്പൊ മെജോറിറ്റി ആൾക്കാരും പ്രായമുള്ള ആൾക്കാരാണ്. അത് ഈ പ്രായത്തിന് അപ്പർ ലിമിറ്റ് ഇല്ല. 90 വയസ്സായാലും ചിലപ്പോൾ ആ സമയത്താണ് പേസ് മേക്കർ മെഷീന്റെ ആവശ്യം വരുന്നത്. അത് വളരെ സിമ്പിൾ സർജറി ആയതുകൊണ്ട് എത്ര പ്രായമുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഈ മെഷീൻ വെക്കുന്നതിനകത്ത് വലിയ തടസ്സമില്ല. അതുപോലെ മറ്റൊരു സംശയം, എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ, ഈ ഹൃദയമിടിപ്പിന്റെ വേരിയേഷൻ? ഇടിപ്പിന്റെ വേരിയേഷന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ നേരത്തെ നമ്മൾ പല വാർത്തകളുണ്ട്, പല ആൾക്കാർ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുഴഞ്ഞു വീണ് എല്ലാവർക്കും പേടിയാണ്. അപ്പം എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കാണ് അപ്പൊ എക്സസൈസ് ചെയ്യാതിരിക്കണം. നേരത്തെ ഒരാൾ വിളിച്ചു പറഞ്ഞു അയാൾക്ക് പനിയായിരുന്നു, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി, എന്നിട്ട് ഇപ്പൊ തന്നെ പോയി കളക്കാൻ നോക്കുമ്പോഴത്തേക്ക് അതപ്പുണ്ടാകുന്നു. അപ്പം എല്ലാത്തരം വൈറൽ ഇൻഫെക്ഷൻസിലും ആ വൈറസ് നമ്മളെ പനിയും ചുമയും ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കാം. നമ്മൾ കോവിഡിനെ പറ്റി കണ്ടുള്ള എല്ലാവരും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ കോവിഡ് പുറമേയുള്ള ലക്ഷണം ആകെ പനിയും ചുമയും ശ്വാസം മുട്ടൊക്കെ മാത്രമേ, പക്ഷെ അത് ബാധിക്കുന്നത് പലപ്പോഴും ഹാർട്ടിനെയും ബാധിക്കാം, ഹൃദയം ഹാർട്ടിന്റെ ഇൻഫെക്ഷൻ ഉണ്ടാകാം. അപ്പൊ എല്ലാ വൈറൽ ഫീവറിനും ഇത് അപ്ലിക്കബിൾ ആണ്. നമുക്ക് വൈറൽ പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി അത് കംപ്ലീറ്റ്ലി ബോഡി റിക്കവർ ചെയ്യാനായിട്ട് സമയം കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ച് എക്സസൈസിലേക്ക് പോകുമ്പോൾ ക്രമേണ എക്സസൈസ് പതിയെ കൂട്ടിക്കൊണ്ടുവരണം. അപ്പൊ പെട്ടെന്ന് പോയിട്ട് ഓവർ എക്സേർട്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും പലരും എനിക്കറിയാം, ഞാൻ ജിമ്മിൽ പോയി കണ്ടിട്ടുണ്ട്, അവർക്ക് പനിയുള്ള സമയത്ത് തന്നെ ജിമ്മിൽ വന്നിട്ട് എക്സസൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എക്സസൈസ് ചെയ്യാനുള്ള ആഗ്രഹം വളരെ നല്ലത് തന്നെയാണ്, പക്ഷെ എന്നാലും അതിനകത്തുള്ള ഈ ഒരു ചെറിയ റിസ്ക് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പൊ ബോഡി നമ്മളെ റെസ്റ്റ് ആഗ്രഹിക്കുന്ന ആവശ്യമുള്ള സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുക തന്നെ വേണം. പിന്നെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ നേരത്തെ പറഞ്ഞ ഹൃദയമിടിപ്പ് പൊതുവെ സ്പീഡ് കുറഞ്ഞിരിക്കും, അവരുടെ ശാരീരിക ക്ഷമത കൂടുതലായിരിക്കും. അതുകൊണ്ട് എക്സസൈസ് ചെയ്യരുതെന്നുള്ളതല്ല,
എന്നുള്ളതല്ല, എല്ലാം ചെയ്യണം. പക്ഷെ അസുഖം ഉള്ളപ്പോഴത്തേക്ക് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ. അപ്പൊ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ചികിത്സാ രീതികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നൂതനമായിട്ട് എന്തെങ്കിലും ചികിത്സാ രീതികൾ ഇതിനായിട്ട് വന്നിട്ടുണ്ടോ? അതെ, നമ്മള് നേരത്തെ പറഞ്ഞ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതിയാണ് ഈ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്നുള്ള ചികിത്സാ രീതി. അപ്പൊ മുമ്പ് പണ്ട് കാലത്തൊക്കെ ഈ ഹൃദയമിടിപ്പ് കഴിഞ്ഞാൽ ആകെ മരുന്ന് ചികിത്സ മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ചില മരുന്നുകൾ നമുക്ക് ലൈഫ് ലോങ് കഴിക്കുമ്പോഴത്തേക്ക് ആ മരുന്നിന്റെ ചില സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ അഡ്വാൻസ് ചികിത്സ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഹൃദയത്തിന്റെ ഒരു ഇലക്ട്രിക്കൽ മാപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോ ഫിസിയോളജിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞ ടെസ്റ്റ് വെച്ചിട്ട് ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് 3D മാപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതായത് ആ ഡോക്ടർക്ക് കാണാൻ കഴിയും സ്ക്രീനിൽ ഒരു 3 ഡയമെൻഷനിലായിട്ട് ഹൃദയത്തിന്റെ ഈ അബ്നോമിനൽ ഇടിപ്പ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, അത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അത് എവിടെ തടസ്സപ്പെടുത്തിയ ഇടിപ്പ് കംപ്ലീറ്റ്ലി നോർമൽ ആക്കാന്നൊക്കെ ഉള്ള അഡ്വാൻസ് ടെക്നോളജി ഉണ്ട്. ഈ ഹാർട്ടിന് 3D ഇലക്ട്രിക്കൽ മാപ്പിംഗ് ഉള്ള ഡിവൈസ് ഉണ്ട്. പിന്നെ നമ്മള് ഈ ഹൃദയത്തിനകത്ത് തന്നെ പോയി ഹൃദയത്തിന്റെ അറയുടെ സ്കാൻ ചെയ്യുന്ന ഇൻട്രാ കാർഡിയക് എക്കോ എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്. നമ്മൾ ചെറിയൊരു ഒരു നേരത്തെ ട്യൂബിന്റെ അറ്റത്ത് ഒരു അൾട്രാസൗണ്ട് മെഷീനാണ്. അത് നമുക്ക് ഹൃദയത്തിനകത്ത് വെക്കാം. അകത്ത് വെച്ചതിന് ശേഷം ആ ഹൃദയത്തിന് ഉള്ളിലെ അൾട്രാസൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഇടിപ്പ് കരിച്ചു കളയുന്ന കത്തീഡ്രൽ എവിടെ ഇരിക്കുന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് പൊസിഷൻ ചെയ്ത് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ അഡ്വാൻസ്ഡ് ഇമേജിംഗ് ടെക്നോളജി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹൃദയത്തിന്റെ പലതരം സ്കാനുകളുണ്ട്. അതിൽ നമുക്ക് ഹൃദയത്തിൽ ജന്മനാ ഉള്ള നമുക്ക് പുറമെ അൾട്രാസൗണ്ടിൽ നിന്ന് അറിയാൻ പറ്റാത്ത ഈ ഹൃദയത്തിന്റെ മസിലേക്കകത്തുള്ള അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഈ MRI സ്കാൻസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് അറിയാൻ പറ്റും ഹൃദയ ഇടിപ്പ് നമുക്ക് നോർമലി കാണാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നുള്ളത്. അങ്ങനെ അഡ്വാൻസ് ടെസ്റ്റുകളുണ്ട്. അതിന് അഡ്വാൻസ് ചികിത്സ ഉള്ളത് മെയിൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അത് പല രീതിയിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നുള്ള നേരത്തെ പറഞ്ഞ അസുഖത്തിന് പണ്ട് മരുന്ന് ചികിത്സ മാത്രമേ ഉള്ളൂ. ഇപ്പം പ്രായം കുറഞ്ഞ ആൾക്കാരിൽ വരുന്ന ഏട്രിയൽ ഫിബ്രിലേഷന് നമ്മൾ ഈ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ വെച്ച് കരിച്ചു കളഞ്ഞാൽ ഏതാണ്ട് 70-80% പേർക്ക് ഫസ്റ്റ് ഒറ്റ സിറ്റി തന്നെ അത് നോർമൽ ആവുന്നു. ചിലർക്ക് ഒന്നിക്കൂടുതൽ തവണ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് പല നെഞ്ചിടിപ്പിന്റെ താളതെറ്റി ഇടിപ്പുകളെയും ഇപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സ ഭേദമാക്കാൻ പറ്റും ഈ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചികിത്സ കൊണ്ട് തന്നെ. അപ്പൊ അതാണ് ഈ ഹൃദയമിടിപ്പ് കൂടുന്നതിലുള്ള ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ. ഹൃദയമിടിപ്പ് കുറയുന്നതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ളത് ഈ പുതിയ ടൈപ്പ് ഈ ചെറിയ മൈക്ര എന്നൊക്കെയുള്ള ഓപ്പറേഷൻ കൂടാതെ വെക്കാവുന്ന ഈ പേസ് മേക്കർ മെഷീനുകളാണ്. ഇതൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്. ഈ ഒരു പ്രശ്നം കാരണം മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? അല്ല, അതല്ല. ഈ ഹൃദയമിടിപ്പിന്റെ തകരാറുകള് ഈ ഹൃദ്രോഗം മൂലം മാത്രമല്ല ഉണ്ടാകുന്നത്. അപ്പം ഹൃദയത്തിന്റെ അസുഖമല്ലാത്ത പല അസുഖങ്ങളിലും ഹൃദയമിടിപ്പിന്റെ തകരാറുകൾ വരാം. ഉദാഹരണത്തിന് നമ്മള് ഇടിപ്പിന്റെ പ്രയാസം വരുന്ന ആളിൽ എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് തൈറോയ്ഡ് ഫംഗ്ഷൻ ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ നമ്മുടെ ബ്ലഡില് ഈ തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് വളരെ കൂടുതൽ, ഹൈപ്പർ തൈറോയിഡിസം എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നെഞ്ചിടിപ്പ് അവർക്ക് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തൈറോയ്ഡ് ഹോർമോൺ അളവ് വളരെ കുറവാണെങ്കിൽ, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ ഈ നെഞ്ചിടിപ്പ് തീരെ കുറവായിരിക്കും. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അബ്നോർമൽ ആകുന്ന ആൾക്കാർക്ക് ഈ ഹൃദയത്തിന്റെ താളം തെറ്റി ഇടിപ്പ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പൊ തൈറോയ്ഡ് ഹോർമോൺ ഗ്രന്ഥി ഇടിപ്പും തമ്മിൽ വളരെ ഒരു സ്ട്രോങ് റിലേഷൻ ഉണ്ട്. പിന്നെ ഈ ചില അപൂർവ അസുഖം ഫിയോക്രോമസൈറ്റം എന്നൊക്കെയുള്ള അസുഖമുണ്ട്. ഈ അസുഖം ഉള്ള ആൾക്കാർക്കും ഈ ഹൃദയമിടിപ്പ് കൂടി നിൽക്കാം. പിന്നെ സാധാരണയായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും തോന്നുന്നതാണ് ഈ സ്കിപ്ഡ് ബീറ്റ്സ്. അതായത് ഇടയ്ക്ക് ഒരു ബീറ്റ് നമ്മൾ മിസ്സായി പോകുന്ന പോലെ തോന്നും. അപ്പൊ ECG നമ്മൾ എടുക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ എക്സ്ട്രാ ബീറ്റ്സ് കൂടുതലുണ്ടാവും. അതിന് നമ്മൾ പ്രിമച്വർ കൺട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു എക്സ്ട്രാ ബീറ്റ് വന്ന് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത ബീറ്റ് വരത്തുള്ളൂ. അപ്പൊ അടുത്ത ബീറ്റ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് തോന്നുന്നു ഇടയ്ക്ക് നമ്മൾ ഇടിപ്പ് നിന്ന് പോകുന്ന പോലെ തോന്നും, ഈ രോഗിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് അതിന്റെ ഒരു കോമൺ കാരണമാണ് നമ്മൾ ഈ കൂടുതൽ സ്റ്റിമുലൻസ് കഴിക്കുക. അപ്പൊ ചിലർക്ക് ഒരു ഹാബിറ്റ് ഉണ്ട്, ഒത്തിരി കോഫി കുടിക്കും. അതിൽ ചിലർ ഒരുപാട് പെപ്സിയും ഒക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതെല്ലാം ഈ സിമ്പത്തറ്റിക് സ്റ്റിമുലൻസ് നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടാൻ കാരണമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒന്ന് ഈ കോഫിയുടെ ഒക്കെ അളവ് കുറയ്ക്കാൻ പറ്റും പറയും. അല്ലെങ്കിൽ പെപ്സി, കൊക്കോള അതൊക്കെ കുടിക്കുന്നതിന്റെ അതിനകത്ത് കഫീൻ ഉണ്ട് ഈ പെപ്സിയിലും കൊക്കോളയിലൊക്കെ. അപ്പൊ അതെല്ലാം ഇടിപ്പ് കൂട്ടാൻ കാരണമാകുന്നുണ്ട്. മദ്യപിക്കുന്ന ആളാണെങ്കിൽ ഈ ചിലർ ഈ പറയും ഞാൻ വീക്കെൻഡ്സിൽ മാത്രമേ മദ്യപിക്കത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് അമിതമായിട്ട് മദ്യപിക്കുമ്പോൾ ഹൃദയമിടിപ്പ് വളരെ കൂടും. അപ്പൊ ഒരു ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം എന്നൊരു അസുഖം തന്നെയുണ്ട്. അതായത് വീക്കെൻഡ്സിൽ നല്ലോണം കൂടുതൽ മദ്യപിച്ചതിന് ശേഷം പെട്ടെന്ന് ഹൃദയമിടിപ്പ് താളം തെറ്റി വരുന്ന അസുഖമാണ് ഈ ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം. അപ്പൊ അവരിൽ ആദ്യം ചെയ്യുന്നത് നമ്മള്
ഈ ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്താൽ തന്നെ ഈ ഹൃദയമിടിപ്പിന്റെ താളത്തിന്റെ ഇടിപ്പ് കംപ്ലീറ്റ്ലി നോർമൽ ആവും. പലർക്കും കോഫിയുടെ എണ്ണം കുറച്ചാലോ ഈ പെപ്സി കൊക്കോള കുടിക്കുന്നത് കുറച്ചാൽ തന്നെ ഈ ഹൃദയമിടിപ്പ് നോർമൽ ആവും. പിന്നെ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് എല്ലാവരുടെ വീട്ടിലും പൾസ് ഓക്സിമീറ്റർ അവൈലബിൾ ആണ്. അപ്പം ചിലർ അതെടുത്ത് നോക്കിയിട്ട് പറയും എന്റെ ഇടിപ്പ് എപ്പോഴും 100 നോർമൽ ഇടിപ്പ് 80 പാടുള്ളൂ, എനിക്ക് 100 ഇടിപ്പ്, അപ്പൊ അതിന് ചികിത്സ ആവശ്യമുണ്ടോ? അപ്പൊ അങ്ങനെയുള്ളവർ നമ്മൾ ആദ്യം ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. ഈ തൈറോയ്ഡ് ഹോർമോൺ അബ്നോർമൽ ആണോ അല്ലയോ, അല്ലെ ഹീമോഗ്ലോബിൻ കുറവാണോ എന്നൊക്കെ ചെയ്ത് നോക്കും. വേറെ ഒരു അസുഖവും ഇല്ലാത്ത ഒരാളാണ് ഇടിപ്പ് 100 ആണെങ്കിലും 110 ആണെങ്കിലും 120 ആണെങ്കിലും അത് കാരണം ആ രോഗി അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ലെങ്കിൽ, അതായത് എന്റെ ഇടിപ്പ് ഇപ്പൊ 110 ആണ്, പക്ഷെ എനിക്ക് ഇടിപ്പ് അറിയാൻ പറ്റുന്നില്ല, ഓക്സിമീറ്റർ വെച്ച് നോക്കിയാൽ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ ഇടിപ്പ് 110 ഉണ്ട്, അങ്ങനെ ചികിത്സയുടെ ആവശ്യമില്ല. അത് നമ്മുടെ ഇടിപ്പ് 100 110 ആണെന്ന് കരുതി നമ്മൾ പോയി ചികിത്സിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ 100 ഇടിപ്പ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാണെങ്കിൽ അതിനുവേണ്ടി മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. നമുക്ക് എന്തായാലും ഡോക്ടർ മറ്റൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഹലോ നമസ്കാരം. നമസ്കാരം, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടറെ നമസ്കാരം. എനിക്ക് ഒരു സംശയം ചോദിക്കാൻ വിളിച്ചതാ. എനിക്ക് ഈ ടെൻഷൻ അടിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും നല്ല പോലെ നെഞ്ചെടുപ്പ് കൂടുന്നുണ്ട്. ഓക്കെ, അത് അതൊക്കെ നമ്മള് സ്പീഡിന് നടക്കുമ്പോഴും ശരി, ബസ്സൊക്കെ കയറാൻ നമ്മള് ഇപ്പൊ നിർത്തിയിടാത്ത ബസ് സ്പീഡിന് ഓടിയിട്ട് കയറുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നെഞ്ചെടുപ്പും വേദനയും ഒരു ഹണപ്പും, അത് വല്ല കുഴപ്പമുള്ളതാണോ? അല്ല, അതമ്മ അമ്മയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കണം എന്തായാലും ഹീമോഗ്ലോബിൻ കുറവാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പൊ സ്ത്രീകളിൽ ഹീമോഗ്ലോബിൻ 12 താഴെയാണെങ്കിലോ പുരുഷന്മാരിൽ 13 താഴെയാണെങ്കിലോ അത് ലോ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ രാത്രി നല്ല നെഞ്ചെടുപ്പുണ്ട്, പകല് കുഴപ്പമില്ല. ഹീമോഗ്ലോബിൻ കുറവുള്ളപ്പോൾ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കണം, ഒരു ECG എടുത്ത് നോക്കണം, ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. അതിനകത്തെല്ലാം നോർമൽ ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം അമ്മ. ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ അത് ചികിത്സ മിക്കവാറും അതങ്ങ് നോർമൽ ആവും. ടെൻഷൻ അടിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇടിപ്പ് കൂടും, അത് നോർമൽ, അത് കുഴപ്പമില്ല. അത് സാധാരണ രീതിയിൽ എക്സസൈസ് കപ്പാസിറ്റി കുറവുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകാം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യാത്ത ഒരാള് പെട്ടെന്ന് ഓടാൻ നോക്കൂ അല്ലെങ്കിൽ കയറ്റം കയറാൻ നോക്കിയാലും ഇടിപ്പുണ്ടാകും. അപ്പൊ അതിന് ചെയ്യേണ്ട ഒന്ന്, നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെല്ലാം നോർമൽ ആണെങ്കിൽ പതിവായിട്ട് എക്സസൈസ് ചെയ്താൽ മതി. എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ച് സമയം നടക്കുക ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ എക്സസൈസ് ക്ഷമത കൂടിക്കഴിഞ്ഞാൽ ഈ ഇടിപ്പ് അങ്ങനെ കൂടത്തില്ല. സാറേ, ഞാൻ ഈ ECG എടുത്തപ്പോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നോർമൽ ആയിരിക്കാം. ECG എടുക്കുമ്പോൾ കുഴപ്പമില്ല, പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ ചെയ്ത് നോക്കണം. അല്ല, ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത് ഈ അനീമിയ ഉണ്ടോ തൈറോയിഡിന്റെ അസുഖം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് തന്നെ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ബ്ലഡ് പരിശോധന ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, ശരി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ ഇപ്പൊ നേരത്തെ വിളിച്ച ശ്രോതാവ് പറഞ്ഞ കണക്ക് ഹൈപ്പർ ടെൻഷൻ ഒക്കെ, അതായത് നമ്മുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് നെഞ്ചിടിപ്പ് കൂട്ടാനുള്ള ഒരു കാരണമാണ്. പലപ്പോഴും ആങ്സൈറ്റി അസുഖമുള്ള ആൾക്കാരിൽ എപ്പോഴും ഈ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതലായിട്ട് നിൽക്കും. ചിലർക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ സമയത്ത് ഡോക്ടറുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പം ടെൻഷൻ കാരണം എപ്പോഴും BPയും ഈ ഹാർട്ട് ബീറ്റും കൂടും. നമ്മൾ അതിന് പറയുന്ന വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നാ. അതായത് നോർമലി നോക്കും BP എപ്പോഴും നോർമൽ ആയിരിക്കും, ഹോസ്പിറ്റലിൽ എപ്പോ നോക്കിയാലും BP ഹൈ ആയിരിക്കും, ഹാർട്ട് ബീറ്റും കൂടുതലായിരിക്കും. അതൊരു ആങ്സൈറ്റി ഇടതാണ്. അത് അവര് നമ്മൾ കൗൺസിലിംഗ് കൊടുത്താൽ തന്നെ അത് ശരിയാവും, അതിന് മറ്റു ചികിത്സ ആവശ്യം വരത്തില്ല. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും, അതായത് ഈ ചികിത്സാ രീതികൾ കണക്ക് പറഞ്ഞ രീതിയിൽ തന്നെ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് ഹൃദയമിടിപ്പ്? അല്ല, നേരത്തെ ഇപ്പം അവർ പറഞ്ഞ പോലെ ഈ ഹൃദയമിടിപ്പ് എക്സസൈസ് ചെയ്തതിനു ശേഷം ഹൃദയമിടിപ്പ് കൂടുന്നതിനുള്ള ഒരു മെയിൻ കാരണം ഈ എക്സസൈസ് കപ്പാസിറ്റി കുറവാണ്. അപ്പം നമ്മള് ഒട്ടും എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർക്ക് എപ്പോഴും റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും. ചിലപ്പോൾ അവർക്ക് 80 90 ഒക്കെ ആയിരിക്കും. എക്സസൈസ് തുടങ്ങുമ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് 110 120 ഒക്കെ ആയിപ്പോ. അപ്പൊ നമുക്ക് കുറച്ച് നടന്നാൽ തന്നെ നെഞ്ചിരിപ്പ് തോന്നും. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എയറോബിക് എക്സസൈസിൽ ചെയ്യുവാണെങ്കിൽ ക്രമേണ നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറഞ്ഞുകൊണ്ടേ വരും. അപ്പം എനിക്ക് എന്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറെ വർഷം മുമ്പ് 80 ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ റെഗുലർ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 60 ഉള്ളൂ. അപ്പം നല്ലോണം ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അതിനെക്കാട്ടി കുറഞ്ഞ 40 ഉള്ളൂ. അപ്പൊ 40 ആൾക്കാർ എക്സേർട്ട് ചെയ്താലും ഹാർട്ട് ബീറ്റ് 60 വരെ വരത്തുള്ളൂ. അപ്പൊ അവരുടെ ഹാർട്ടിന്റെ ക്ഷമത അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റി അത്രയും കൂടുതലാണ്, എഫിഷ്യൻസി അത്രയും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞാൽ നമുക്ക് നടക്കുമ്പോഴോ ഓടുമ്പോഴൊക്കെ ഇടിപ്പ് കൂടുന്ന ആൾക്കാരിൽ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാന്ന് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ചികിത്സ റെഗുലർ എക്സസൈസ് തന്നെയാണ്. അപ്പൊ ഹൃദയടിപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എപ്പോഴും പറ്റും. പലരും പറയും ഇപ്പൊ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം എപ്പോഴും ഹാർട്ട് ബീറ്റ് എപ്പോഴും ഫാസ്റ്റ് ആണ്. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാകാം. ഇപ്പൊ കോവിഡിന്റെ ഒരു ലോങ് കോവിഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് കോവിഡ് അസുഖം മാറിയാലും അതിന്റെ ചില ഇഫക്റ്റുകൾ നമുക്ക് വർഷങ്ങളോളം കാണാം.
അതിൽ ഹൃദയത്തിന്റെ ഒരു എഫക്റ്റ് ആണ് ഈ അബ്നോർമൽ ഹാർട്ട് ബീറ്റ്. വെറുതെ ഇരിക്കുന്നാലും പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് 110 120 ഒക്കെ ആകാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില മെഡിസിൻസ് ഉണ്ട് ഹാർട്ട് ബീറ്റ് നിയന്ത്രിക്കാനുള്ള. അപ്പൊ ആ മെഡിസിൻസ് കഴിച്ചാൽ ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് നോർമൽ ആവും. ക്രമേണ ആ മെഡിസിൻസ് കംപ്ലീറ്റ്ലി മാറ്റാനും പറ്റും. അപ്പം ചിലർക്ക് ഈ ലൈഫ് ലോങ് മെഡിസിൻസ് വേണ്ടി വരത്തില്ല. ചില ജീവിതശൈലി മാറ്റങ്ങളും ചെറിയ മെഡിസിൻസിലൊക്കെ തന്നെ ചിലപ്പം ഹാർട്ട് ബീറ്റ് കുറയാം. ആങ്സൈറ്റി ഉള്ള ആൾക്കാർക്ക് ഒരു നല്ല ഹാർട്ട് ബീറ്റ് നിയന്ത്രിക്കാനുള്ള ഒരു നല്ല മാർഗ്ഗമാണ് ഇപ്പൊ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത്. അപ്പം പലപ്പോഴും യോഗ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരിൽ ഈ റെസ്റ്റിംഗ് ആങ്സൈറ്റി കുറയുന്നത് കാരണം ഈ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം മെഡിസിൻ ഇല്ലാത്ത ഒരു ചികിത്സ ചിലർക്ക് പലപ്പോഴും അത് മാത്രം മതിയാകത്തില്ല. പക്ഷെ മരുന്നിന് ഡോസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന്റെ അളവ് കുറച്ച് മെഡിസിൻ കുറയ്ക്കാനോ ഒക്കെ യോഗയൊക്കെ കൂടെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ ഹൃദയസ്തംഭനം സംഭവിക്കാനായിട്ട് ഇത് കാരണമാകുന്നു. അതെ, അത് നമ്മൾ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്ന പലർക്കും ഈ ആ ഒരു മെഡിക്കൽ ടെർമിനോളജി പലരും തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ഹാർട്ട് അറ്റാക്ക്, കാർഡിയക് അറസ്റ്റ്, സ്ട്രോക്ക് ഇതെല്ലാം വേറെ വേറെ കാര്യങ്ങളാണ്. ഈ ഹൃദയത്തിലെ രക്തക്കുഴൽ അടഞ്ഞു പോകുമ്പോഴത്തേക്ക് നമുക്ക് നെഞ്ചിന് വേദന വരുന്നു, അതാണ് ഹാർട്ട് അറ്റാക്ക്. തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നു, അപ്പൊ നമുക്ക് ഒരു സൈഡ് തളർന്നു പോകുന്നു, അതാണ് സ്ട്രോക്ക്. കാർഡിയക് അറസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ടിന്റെ ഇടിപ്പ് നിലയ്ക്കുക എന്നുള്ളതാണ്. അതായത് പെട്ടെന്നുള്ള മരണം ഉണ്ടാകുന്നത് എപ്പോഴും കാർഡിയക് അറസ്റ്റ് കൊണ്ടാണ്. അത് ഒന്നിൽ ഹാർട്ടിന്റെ ഇടിപ്പ് തീരെ കുറഞ്ഞ് നിന്നു പോകാം, എസിസ്റ്റളി എന്നുള്ള അവസ്ഥയുണ്ടാകും. അതല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇടിപ്പ് വളരെ കൂടിയിട്ട് ഈ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആ അവസ്ഥയിലേക്ക് പോകാം, അതാണ് കാർഡിയക് അറസ്റ്റ്. അപ്പൊ മരണം ഉണ്ടാക്കുന്നത് ഈ കാർഡിയക് അറസ്റ്റ് ആണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഈ ഹൃദയമിടിപ്പ് വളരെ കൂടുന്ന ആ അവസ്ഥയാണ്. അപ്പം ഈ ഹൃദയമിടിപ്പുകളിലെ തകരാറുകളിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളത് ഈ കാർഡിയക് അറസ്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ചിലർക്ക് ഇത് കുടുംബപരമായിട്ട് വരും. അപ്പം കുടുംബത്തില് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ചെറിയ പ്രായത്തില് ഈ പെട്ടെന്നുള്ള മരണം ഉണ്ടെങ്കിൽ കുടുംബത്തിലെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ചില പരിശോധനകൾ ചെയ്യേണ്ടതാണ്. ഇപ്പൊ നേരത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്നുള്ള അസുഖമാണ്. അതായത് ഹൃദയത്തിലെ മസിലുകൾക്ക് ജന്മനാ തന്നെ കട്ടി കൂടുതലായിരിക്കും. ഈ സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരിൽ സഡൻ ഡെത്ത് ഉണ്ടാവാൻ ഏറ്റവും കോമൺ കാരണം അവർക്ക് ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി അസുഖമുള്ളതാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ 40 വയസ്സിന് താഴെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരു കാരണമില്ലാതെ പെട്ടെന്ന് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ആൾക്കാരെല്ലാവരും അവരുടെ റിലേറ്റീവ്സ്, ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് റിലേറ്റീവ്സ് എല്ലാവരും ഒരു ബേസിക് ഇസിജിയും എക്കോ കാർഡിയോഗ്രഫി ടെസ്റ്റുകളും ചെയ്തു നോക്കേണ്ടത്. കാരണം ഈ ഹൃദയയിടിപ്പിന്റെ തകരാറുകൾ കുടുംബപരമായിട്ടും വരാം. അപ്പൊ അതുകൊണ്ട് അതും അങ്ങനെയും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ പാരമ്പര്യ ഒരു ഘടകമാണ്. പാരമ്പര്യമായിട്ട് ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ഓട്ടോസോമൽ ഡോമിനന്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അതായത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ 50% നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവും. അപ്പൊ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടായി കഴിഞ്ഞാൽ 50% കുട്ടികൾക്കുണ്ടാവും, അവരുടെ 50% കുട്ടികൾക്കുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു ഫാമിലി സ്ക്രീനിങ് ചെയ്താൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഡോക്ടർ, നമുക്ക് എന്തായാലും മറ്റൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ. ഹാർട്ട് ബീറ്റ് എത്ര വരെ ആകാം? ഹാർട്ട് ബീറ്റ് നോർമലി അത് നമ്മൾ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് സാധാരണ രീതിയിൽ 60-നും 100-ന്റെ ഇടയിലായിരിക്കും. ഒരു ആവറേജ് 70 മുതൽ 80 വരെ ആകാം. അതായത് വേറെ അസുഖമൊന്നുമില്ല നമ്മൾ റെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്. ഇപ്പൊ നടക്കുമ്പോഴോ അല്ലെങ്കിൽ പനിയുള്ളപ്പോഴത്തേക്കോ ഒക്കെ ഹാർട്ട് ബീറ്റ് അതിനെക്കാട്ടി കൂടാം. അല്ല ടെൻഷനോ ആങ്സൈറ്റി ഒക്കെ ഉള്ളപ്പോൾ ഇനിയും അതിനെക്കാട്ടിൽ കൂടാം. പക്ഷെ അതല്ലാത്തൊരാൾക്ക് സാധാരണ 60-നും 100-ന്റെ ഇടയിലായിരിക്കും. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ, നമുക്ക് എന്തായാലും നമ്മളുടെ ടൈം ഇവിടെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഹൃദ്രോഗം പോലുള്ള അതേപോലെ തന്നെ സങ്കീർണമായ ഒരു അവസ്ഥ തന്നെയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് ഡോക്ടറിന് പറയാനുള്ളത്? അല്ല, ഹൃദയമിടിപ്പ് അസുഖങ്ങൾക്ക് ഇപ്പൊ പണ്ടത്തെക്കാട്ടിലും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള പല ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. വളരെ സിമ്പിൾ ടെസ്റ്റുകളിൽ കൊടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാം എന്താ കാരണം എന്നുള്ളത്. അത് പ്രോപ്പർ സമയത്ത് അതിന്റെ ചികിത്സ എടുക്കുക. പലർക്കും പേസ് മേക്കർ മെഷീൻ വെക്കുന്നതിനെ പറ്റി പലർക്കും പല പേടിയാണ്. ഒത്തിരി പ്രായമായപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്യണം. പക്ഷെ ആ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സർജറിയാണ് ഈ പേസ് മെഷീൻ വെക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കാർഡിയക് ഇലക്ട്രോഫിസിയോളജി സ്റ്റഡിയും ഈ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചികിത്സ പണ്ട് നമുക്കില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് കൊല്ലത്തും നമ്മളിത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ചികിത്സകളൊക്കെ കോമൺലി അവൈലബിൾ ആണ്. അപ്പം അതിന് വേണ്ട രീതിയിലുള്ള ടെസ്റ്റുകളും അല്ലെ വേണ്ട രീതിയിലുള്ള ചികിത്സകളും തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥകളാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിലെയും NS ഹോസ്പിറ്റലിലെയും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സുജയ് രംഗയാണ്. ഡോക്ടറിന്റെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും റേഡിയോ ബെൻസിഗിന്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി.